ഇത്തവണ എൻ്റെ രചനാലോകങ്ങളിൽ പങ്കെടുക്കുന്നത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരൻ ശ്രീ അഷ്ടമൂർത്തിയാണ്. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാ മാന്യ വ്യക്തിത്വങ്ങളെയും സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി കേരള സാഹിത്യ അക്കാദമിയുടെ സബ് എഡിറ്ററായിട്ടുള്ള ശ്രീമതി KS സൗമ്യയോട് ഏറെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. ഇതിൻ്റെ ആസ്വാദകർക്ക് പലതരത്തിലുള്ള സംശയങ്ങളും ചിലപ്പോൾ ആ ഒരു കലാരൂപത്തോട് വിയോജിപ്പുകളും ഉണ്ടാകാം. അപ്പോൾ അത്തരത്തിൽ സാഹിത്യത്തിലെ സാധ്യതയും അതിനുള്ളൊരു വഴിയൊരുക്കലുമാണ് അക്കാദമിയുടെ എൻ്റെ രചനാലോകങ്ങൾ എന്ന ആശയ സംവാദ പരിപാടി. വായനക്കാർക്ക് സാഹിത്യകാരനുമായി നേരിട്ട് സംവദിക്കാം. ചെറുകഥാകൃത്തും നോവലിസ്റ്റും കോളമിസ്റ്റുമായ ശ്രീ അഷ്ടമൂർത്തിയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. ദേശാഭിമാനിയിലും ജനയുഗത്തിലും അദ്ദേഹം പംക്തികൾ കൈകാര്യം ചെയ്യുന്നുമുണ്ട്. ഇതിനു പുറമെ ലേഖനങ്ങളും യാത്രാ വിവരണങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 1.5 പതിറ്റാണ്ട് മുൻപേ മൂർത്തി.blogspot.com എന്ന പേരിൽ അദ്ദേഹം ബ്ലോഗ് എഴുത്തിൽ സജീവമായിരുന്നു. 1982 കുങ്കുമം അവാർഡും 1992 കേരള സാഹിത്യ അക്കാദമി അവാർഡും അത് ചെറുകഥാ സാഹിത്യത്തിന് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. വീട് വിട്ടു പോകുന്നു എന്ന കൃതിക്കായിരുന്നു സാഹിത്യ അക്കാദമിയുടെ അവാർഡ്. അദ്ദേഹത്തിൻ്റെ രചനകളുടെ ശൈലി പ്രത്യേകിച്ച് എല്ലാവർക്കും അറിയുന്നതാണ്. കഥ ഒരാളോട് പറയുന്നതിനപ്പുറം കഥാകാരനെ കൂടെ കൂട്ടിക്കൊണ്ടു പോകുന്ന രീതിയിൽ ഒരു ബസ്സിലെ യാത്രയാണെങ്കിൽ അതിൽ എന്താണോ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിലെ ഒരു പങ്കുപറ്റാൻ അല്ലെങ്കിൽ അതിലെ ഒരു ആളായിട്ട് കൂടെ കൊണ്ടുപോകുന്ന ഒരു പ്രത്യേക രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ മിക്ക കഥകളും പുരോഗമിക്കുക. അതിൻ്റെ ക്ലൈമാക്സിൻ്റെ ഒരു സമയം എത്തുമ്പോൾ പെട്ടെന്ന് അപ്രത്യക്ഷനാകുന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് ബാക്കി ഉത്തരം കൂട്ടിമുട്ടിക്കേണ്ടത് വായനക്കാരനാണെന്നുള്ളൊരു വലിയ ഉത്തരവാദിത്വം തന്നുകൊണ്ട് വളരെ സൗന്ദര്യത്തോടു കൂടി അപ്രത്യക്ഷനാകുന്ന ഒരു പ്രത്യേക ഒരു മാജിക്കിലാണ് അദ്ദേഹം കഥകൾ എഴുതുക. കൂടുതൽ ഞാൻ ഒന്നിലേക്കും കടക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഈ പരിപാടി അധ്യക്ഷം വഹിക്കുന്നത് അക്കാദമിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ അശോകൻ ചരുവിലാണ്. അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ അതിഥി ശ്രീ അഷ്ടമൂർത്തി സാറിനെ നമ്മളുമായി സംവദിക്കുന്നതിന് സ്വാഗതം ചെയ്യുകയാണ്. അക്കാദമിയുടെ സെക്രട്ടറി CP അബൂബക്കർ മാഷ് ഇവിടെയുണ്ട്. അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഒരുപാട് എഴുത്തുകാർ, നമുക്കറിയുന്ന ഒത്തിരി എഴുത്തുകാരുണ്ട് സദസ്യരായിട്ട്. അതുപോലെ തന്നെ മികച്ച വായനക്കാരുണ്ട്. അഷ്ടമൂർത്തി സാറിൻ്റെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഈ വായനാ സമൂഹത്തെ അടക്കം പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നതിനായി വൈസ് പ്രസിഡന്റ് ശ്രീ അശോകൻ ചെരുവിലിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അഷ്ടമൂർത്തി, സൗമ്യ, അബൂബക്കർ മാഷ്, വേദി സദസ്സിലിരിക്കുന്ന ബഹുമാന്യരായിട്ടുള്ള സുഹൃത്തുക്കളെ, സാഹിത്യ അക്കാദമി ഒരു പരിപാടി കുറച്ചു കാലമായിട്ടത് നമ്മുടെ പുസ്തകോത്സവത്തിൻ്റെയും അതുപോലെ തന്നെ സാഹിത്യോത്സവത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടും കൂടി നടത്താറുള്ളതാണ്. ഇപ്പോൾ അത് ഒറ്റതിരിഞ്ഞ് നടത്തുന്ന ഒരു പരിപാടിയാണ് എൻ്റെ രചനാലോകങ്ങൾ എന്നുള്ളൊരു പരിപാടി. ഇപ്പോൾ പൊതുവേ സാംസ്കാരിക രംഗത്തെ പ്രവർത്തനങ്ങളൊക്കെ വലിയ മട്ടിലുള്ള ഉത്സവങ്ങൾ മാത്രമായിട്ടാണ് നടക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള സവിശേഷതയുണ്ട്. കൂടുതൽ ജനങ്ങൾ പങ്കാളികളാകുന്നു, ജനകീയ ഉത്സവങ്ങളാകുന്നു. എഴുത്തുകാരെ കാണാനും പുസ്തകങ്ങൾ പരിചയപ്പെടാനും അതിനെക്കുറിച്ച് കേൾക്കാനും അറിയാനും ഒക്കെ ഉള്ള ജനങ്ങൾക്ക് അവസരമുണ്ടാകുന്നു എന്നുള്ളത് വളരെ ശരിയാണ്. പക്ഷേ കുറച്ചും കൂടിയും സൂക്ഷ്മതലത്തിലുള്ള ചില അന്വേഷണങ്ങൾ സാഹിത്യത്തിൻ്റെ മേഖലയിൽ നടക്കേണ്ടതുണ്ട് എന്നാണ് സാഹിത്യ അക്കാദമി വിചാരിക്കുന്നത്. അപ്പോൾ കൃതികളെ മുൻനിർത്തിയും എഴുത്തുകാരെ മുൻനിർത്തിയുമുള്ള ചില പരിശോധനകൾ നടത്തണം. വായനയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ആലോചിക്കണം. വായനക്കാരുടെ കൂട്ടായ്മകൾ ഉണ്ടാവണം. ഇതിലുള്ള വിഷയം സാംസ്കാരിക സമ്മേളനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് കേരളത്തിൻ്റെ ഒരു സവിശേഷതയാണ്. ഇപ്പോൾ തൃശ്ശൂർക്കാർക്ക് അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. സാഹിത്യ അക്കാദമിയിൽ നിത്യവും സാംസ്കാരിക സമ്മേളനങ്ങളുണ്ട്. പക്ഷേ പലപ്പോഴും അത് സാഹിത്യകൃതികളുടെയും എഴുത്തുകാരുടെയൊക്കെ പേര് പരാമർശിക്കാറുണ്ടെങ്കിൽ പോലും കൃതികളിലേക്ക് കടന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകാറില്ല.
പലപ്പോഴും സാഹിത്യ സദസ്സുകൾ എന്ന് പറഞ്ഞ് നടക്കുന്ന സംഭവങ്ങളിൽ വായനക്കാരുടെ സാന്നിധ്യവും കുറവായിരിക്കും. വായനക്കാർ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, തീർച്ചയായിട്ടും വായനക്കാർ വളരെ സജീവമായിട്ടുണ്ട് നമുക്ക്. പക്ഷേ അവരിങ്ങനെ ഇത്തരത്തിലുള്ള സദസ്സുകളിലേക്ക് പലപ്പോഴും വരാറില്ല. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വായനയുമായി ബന്ധപ്പെട്ട, പുസ്തകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ചിലപ്പോൾ ഇവിടെ ചർച്ച ചെയ്തൊന്നും വരില്ല. അപ്പോൾ അതുകൊണ്ട് അവർ മാറി നിൽക്കുന്നതാകാം ഒരു പക്ഷേ വായന എന്ന് പറയുന്നത്, സാഹിത്യം എന്ന് പറയുന്നതും ഒരു സാമൂഹിക അനുഭവമാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ സാഹിത്യ അക്കാദമി പോലുള്ള സ്ഥാപനങ്ങളുടെ ദൗത്യം. അത് നമ്മുടെ സാമൂഹിക പരിവർത്തനത്തിന് മാത്രമല്ല, മനുഷ്യൻ്റെ ജീവിതം മെച്ചപ്പെടുത്താനും കൂടുതൽ ജ്ഞാനത്തിൻ്റെ വെളിച്ചം എല്ലായിടത്തേക്കും പരത്താനും അതുവഴി പുതിയ ലോകങ്ങൾ കണ്ടെത്താനുമൊക്കെയുള്ള ഒരു മാർഗമായി തീരണം എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ സർക്കാരിനെ പോലുള്ള സ്ഥാപനങ്ങളൊക്കെ തന്നെ ജനങ്ങളുടെ നികുതി പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പോൾ വായനയിലും എഴുത്തുകാരനിലും കേന്ദ്രീകരിച്ചുള്ള ചില പ്രവർത്തനങ്ങൾ നടക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് എൻ്റെ രചനാലോകങ്ങൾ എന്ന് പറയുന്ന പരിപാടി. അപ്പോൾ അതിപ്പോൾ അക്കാഡമിയുടെ ഈ ഒരു സൗകര്യം ഉപയോഗപ്പെടുത്തി, വൈലോപ്പള്ളി ഹാളിൻ്റെ ഈ സൗകര്യം ഉപയോഗപ്പെടുത്തി ഇവിടെ വരാൻ സാധ്യതയുള്ളപ്പോൾ ഞങ്ങൾ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം അത്രയധികം പണം ചിലവാക്കാതെ തന്നെ ഇവിടെ തൃശ്ശൂർക്കാരെന്നുള്ള നിലയ്ക്കല്ല, പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ടും ഇവിടെ വരുന്ന എഴുത്തുകാരുണ്ടാവുമല്ലോ, മറ്റു പല കാര്യങ്ങൾക്കും. എക്സിക്യൂട്ടീവ് കമ്മിറ്റികളൊക്കെ ഉണ്ടാകുമ്പോഴും ജനറൽ കൗൺസിലൊക്കെ ഉണ്ടാകുമ്പോഴും ധാരാളം എഴുത്തുകാർ വരുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരിപാടികൾ നടത്തണം. മാത്രമല്ല കുറേ പ്രഭാഷണങ്ങൾ നടത്തുക എന്നുള്ളതിനേക്കാൾ വിട്ട് ഈ ഒരു പരിപാടിയിലൂടെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം വായനക്കാരനും എഴുത്തുകാരനും തമ്മിലുള്ളൊരു മുഖാമുഖം എന്നുള്ള നിലയ്ക്കാണ്. ഇപ്പോൾ അമ്മട്ടിൽ ഉള്ള പരിപാടിയുടെ എൻ്റെ രചനാലോകങ്ങൾ വേറെയും കുറേ നടന്നിട്ടുണ്ട്. ഇവിടെ ഈ പരിപാടിയുടെ തുടങ്ങിയത് കഴിഞ്ഞ മാസം ടി രാമകൃഷ്ണനുമായിട്ട് വായനക്കാർ നടത്തിയ ഒരു സംവാദത്തിലൂടെയാണ് അത് ആരംഭിച്ചത്. ഇപ്പം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരനായിട്ടുള്ള അഷ്ടമൂർത്തിക്ക് ധാരാളം വായനക്കാരുണ്ട്. കാരണം അദ്ദേഹം മലയാളത്തിലെ കഥാസാഹിത്യത്തിലാണ് ഏറ്റവും ശക്തമായ സാന്നിധ്യമായി വന്നത്. ഒരു പ്രത്യേക ഘട്ടത്തിൽ ആധുനിക സാഹിത്യത്തിൻ്റെ കാലം കഴിഞ്ഞ് ആധുനികാനന്തര സാഹിത്യത്തിൻ്റെ ഒരു ഘട്ടത്തിൽ പ്രത്യേകിച്ചും മുംബൈയിലെ നഗരജീവിതവും ആറാട്ടുപുഴയിലെ ഗ്രാമീണ ജീവിതവും തമ്മിലുള്ള ഒരു രസകരമായിട്ടുള്ള ഒരു കലർപ്പാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ആദ്യകാല കഥകളിൽ കാണുന്നത്. വാസ്തവത്തിൽ മുംബൈ എന്ന നഗരം അദ്ദേഹത്തെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള നഗരങ്ങളിലെ മനുഷ്യൻ്റെ ആശങ്കകളും വേദനകളും അസ്വസ്ഥതകളും ഒക്കെ തന്നെ പല കഥകളിലും കാണാനുണ്ട്. അതോടൊപ്പം തന്നെ നഗരത്തിലിരുന്നു കൊണ്ട് ഗ്രാമത്തെ സംബന്ധിച്ചുള്ള സങ്കല്പങ്ങളും പിന്നെ ഗ്രാമത്തിലേക്ക് വന്നതിന് ശേഷം ഇതൊക്കെ ഏത് രീതിയിലാണ് അതിൻ്റെ ആശയങ്ങൾ, ഞാനത് വിശദീകരിക്കാൻ പോകുന്നില്ല. പക്ഷേ നേരത്തെ ഇവിടെ സൗമ്യ സൂചിപ്പിച്ചതുപോലെ വായനക്കാരനെ അനായാസം തൻ്റെ കൂടെ കൊണ്ടുപോകുന്നതിനും ഉള്ള വളരെ ഋജുവായതും അതേസമയം സൗന്ദര്യമുള്ളതുമായിട്ടുള്ള ഒരു രചനാശൈലി എല്ലാ കഥകളിലും പ്രകടിപ്പിക്കുന്ന, ഒരിക്കൽ പോലും ഒരു തടസ്സമില്ലാതെ ഒപ്പം സഞ്ചരിക്കാൻ കഴിയുന്ന, അദ്ദേഹം ആവിഷ്കരിക്കുന്ന ആ ലോകങ്ങളിലൂടെ നിർബാധം എഴുത്തുകാരന് കടന്നു ചെല്ലാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ധാരാളം വായനക്കാർ അദ്ദേഹത്തിനുണ്ട്. ഇപ്പോൾ ആകട്ടെ ഈ കുറേറ്റർ എന്ന് പറയുന്ന വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു നോവൽ എഴുതി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും പത്രമാസികകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നൊരു സമയം കൂടിയാണ്. നമ്മുടെ തൃശ്ശൂരും അതിൻ്റെ പശ്ചാത്തലവും പരിസരവും ഒക്കെ ആയിട്ടാണ് ഒട്ടുമിക്കവാറും അഷ്ടമൂർത്തിയുടെ കഥകൾ ഉള്ളത്. ക്യൂറേറ്ററും ഏതാണ്ട് അതുപോലെ തന്നെയാണ്. അപ്പോൾ വായനക്കാരെ സംബന്ധിച്ചിടത്തോളം അത് പിന്തുടർന്ന ദേശാഭിമാനി വാരികയിൽ വന്നിരുന്നു. അതിനുശേഷം മാതൃഭൂമി ബുക്സ് അത് പുസ്തകമാക്കി. അപ്പോൾ ഈ സന്ദർഭത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത ആ നോവൽ വായിച്ചിട്ടുള്ള ഒരു
ധാരാളം അഷ്ടമൂർത്തിയുമായി സംവദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ എഴുത്തുകാരനുമായിട്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ചർച്ചയ്ക്ക് അങ്ങനെ ഒരു പ്രസക്തി കൂടിയുണ്ട്. അതുകൂടാതെ നമ്മുടെ കഥാരചന ആദ്യ കാലഘട്ടങ്ങളിൽ അദ്ദേഹം എഴുതിയ നോവൽ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, റിഹേഴ്സൽ ക്യാമ്പ് എന്ന് പറയുന്ന നോവൽ കുങ്കുമ അവാർഡ് കിട്ടിയത്. ആ നോവൽ എഴുതിയിട്ട് ഇപ്പോൾ കുറേ വർഷങ്ങളായി. ഒരു പ്രത്യേക കാലഘട്ടത്തിൻ്റെ നാടകവുമായി ബന്ധപ്പെട്ട, നാടകം എന്ന് മാത്രം പറഞ്ഞപ്പോൾ ആ കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയ അവസ്ഥയുടെ ഒരു പ്രതിഫലനമായിരുന്നു അന്ന് റിഹേഴ്സൽ ക്യാമ്പുമായി ബന്ധപ്പെട്ട് അവതരിപ്പിക്കപ്പെടാൻ ഉദ്ദേശിച്ച ആ നാടകം. അതിനെക്കുറിച്ചുള്ള എഴുത്ത് ആ പ്രദേശത്തിൻ്റെ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൻ്റെയും കാലത്തിൻ്റെയും ഒക്കെ തന്നെ സ്പർശം ഉൾക്കൊള്ളുന്ന ഒരു നോവലാണ്. അത് എഴുതിയിട്ട് പിന്നെ എന്തുകൊണ്ട് നോവൽ എഴുതാതിരുന്നു? പിന്നീട് കഥകളിലൂടെ കടന്നു പോന്നു. മുമ്പേ ജീവിതം ഏതുമട്ടിൽ കഥയെ സ്വാധീനിച്ചു. പിന്നീട് അദ്ദേഹം തിരിച്ചു വന്ന് ഗ്രാമീണ ജീവിതം, തൃശ്ശൂരിലെ നഗരജീവിതം, തൃശ്ശൂരിലും നഗരമാണല്ലോ, കരുവന്നൂർ പുഴ, അതുപോലെ തന്നെയുള്ള ആറാട്ടുപുഴ പോലെയുള്ള ഗ്രാമവും പുഴയും വയലും ഇവിടുത്തെ മനുഷ്യരും ഒക്കെ തന്നെ കഥയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കെല്ലാം സുപരിചിതമായ, പ്രത്യേകിച്ചും തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ സുപരിചിതമായ കഥാപാത്രങ്ങൾ, സുപരിചിതമായ സ്ഥലങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ചർച്ച ചെയ്യാൻ നിരവധി കാര്യങ്ങളുണ്ട് എഴുത്തുകാരനുമായിട്ട്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടുള്ള ഒരു സംഗതി എന്ന് പറയുന്നത്, എഴുത്തുകാരൻ, ഈ ഒരു പരിപാടിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എഴുത്തുകാരൻ തൻ്റെ രചനയെ സംബന്ധിച്ച്, അതുപോലെ തന്നെ അങ്ങനെ ഒരു രചനയുടെ അല്ലെങ്കിൽ എഴുത്തിൻ്റെ ലോകത്തേക്ക് എത്തിപ്പെട്ടതിനെ സംബന്ധിച്ച് ഓരോ കഥകളും വായനക്കാരിൽ അതത് കാലഘട്ടത്തിലുണ്ടാക്കിയ, ഓരോ സൃഷ്ടിയും വായനക്കാരിൽ അതത് കാലഘട്ടത്തിലുണ്ടാക്കിയ പ്രതിഫലനങ്ങളെക്കുറിച്ച്, വിമർശനങ്ങളെക്കുറിച്ച്, പ്രോത്സാഹനങ്ങളെക്കുറിച്ച്, അതുപോലെ തന്നെ എഴുതാൻ പ്രേരകമായ ഓരോ കഥയിലേക്കും കടന്നു വന്ന മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ച്, അതെന്തുകൊണ്ട് കഥയിലേക്ക് കടന്നു വന്നു, എന്തുകൊണ്ടത് സ്വീകരിച്ചു, എന്നിത്യാദിയുള്ള നിരവധി വിഷയങ്ങൾ. വായനക്കാരനും എഴുത്തുകാരനും തമ്മിലുള്ള ഒരു സംവാദം എന്ന് പറയുന്നത് സാഹിത്യത്തിലെ ഏറ്റവും അനിവാര്യമായി നടക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രക്രിയയാണ്. ഇപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമി കുറേ കാലങ്ങളായിട്ട് മീറ്റ് ദി ഓതർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടികൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ദീർഘമായി പറഞ്ഞ് ഒരു അധ്യക്ഷ പ്രസംഗം നടത്തി ഈ സമയം അപഹരിക്കുന്നില്ല. ഈ പരിപാടിയുടെ തുടക്കമെന്നുള്ള നിലയിൽ തൻ്റെ ലോകത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി അഷ്ടമൂർത്തിയെ ക്ഷണിക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെയൊന്നും ഇതുവരെ ഞാൻ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ഒരു സത്യം പറഞ്ഞ എഴുത്തുകാരനാണെന്ന് പോലും ഞാനിപ്പോഴും വിശ്വസിച്ചിട്ടില്ല. കുറച്ച് എഴുതിയിട്ടുണ്ടെന്ന് കഴിഞ്ഞ് എഴുത്തുകാരൻ എന്ന് വിളിക്കപ്പെടുന്നത് ഒട്ടും സന്തോഷമുള്ള കാര്യമല്ല. അശോകൻ പറഞ്ഞ പോലെയൊന്നും എല്ലാ കാര്യങ്ങളും സത്യം പറഞ്ഞാൽ അത്ര വലിയ വായനക്കാരൊന്നും എനിക്കില്ല. പല സ്ഥലത്തും ചില കൂട്ടുകാർ അറിയില്ലേ അഷ്ടമൂർത്തിയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും മിക്കവാറും പേർക്ക് അറിയാറില്ല. അതാണ് സത്യം. പക്ഷെ നമ്മളിങ്ങനെ വിചാരിക്കും നമ്മളെല്ലാവരും അറിയേണ്ടത്, നമ്മളെല്ലാം വായിക്കേണ്ടതെന്നൊക്കെ ഒരു ധാരണ പൊതുവെ എല്ലാവർക്കും ഉണ്ട്. എനിക്കതുണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നുമില്ല. അറിയാം നമുക്ക് നമ്മുടെ എഴുത്തുകളൊക്കെ എത്ര കണ്ടും പോപ്പുലറാണ് എന്നുള്ള കാര്യം. അതുമാത്രമല്ല, ഞാനങ്ങനെ സംഭവബഹുലമായിട്ടുള്ളൊരു ജീവിതം നയിച്ചിട്ടില്ല. വളരെ ഒഴുക്കൻ ജീവിതമായിരുന്നു എൻ്റെ. അത് നാട് വിടുന്നത് വരെയും നാട്ടിൽ ബോംബെയിലെത്തി ജീവിക്കുമ്പോഴും തിരിച്ചു വന്നപ്പോഴും ഒക്കെ വളരെ ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ കടുത്ത ജീവിതാനുഭവങ്ങളൊന്നും എനിക്കില്ല. പിന്നെ എഴുത്തും അതെ. ആറ്റൂർ വർമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, തൻ്റെ കഥകളെനിക്ക് തീരെ ഇഷ്ടമല്ലടോ. പക്ഷേ എന്താ അതിൻ്റെ കുഴപ്പം ചോദിച്ചു. താൻ വളരെ സേഫായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആളാണ്. ഇങ്ങനെയൊന്നല്ല വണ്ടി ഓടിക്കേണ്ടത്. വളരെ തട്ടിത്തകർത്തങ്ങോട്ട് പോകണം, വഴിയൊന്നും നോക്കരുത്, ലക്ഷ്യം നോക്കരുത്. അങ്ങനെ ചില എഴുത്ത് നേരെയുള്ളൂ എന്ന്. ശരിയാണ്. പക്ഷേ ഞാൻ വളരെ സേഫായിട്ട് ഓടിക്കുന്ന ആളാണ്. ഇങ്ങനെ ഇടമുല നോക്കി എല്ലാ ട്രാഫിക് നിയമങ്ങളൊക്കെ അനുസരിച്ച് അങ്ങനെ വളരെ ശ്രദ്ധിച്ച് പോകുന്ന ഒരാളാണ്. അത് കാരണം വലിയൊരു ഞെട്ടലുകളൊന്നും എൻ്റെ സാഹിത്യത്തിൽ ഉണ്ടാവില്ല. ഈ
ഈ രചനാലോകങ്ങളിൽ സംസാരിക്കണം എന്ന് പറഞ്ഞാൽ ഇത് അതിൻ്റെ പോസ്റ്ററൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു വിഷമം തന്നെ സത്യം പറഞ്ഞാൽ. ഇത്രയൊക്കെ ചിലരൊക്കെ എനിക്ക് വാട്സാപ്പിലൊക്കെ പറഞ്ഞു കൺഗ്രാജുലേഷൻസ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്താവോ വിചാരിച്ചു, വല്ല അവാർഡ് കിട്ടിയോന്നൊക്കെ വിചാരിച്ചു. ഞാൻ അറിയാണ്ട് വല്ല അവാർഡ് കിട്ടിയെന്ന് വെച്ചാൽ അപ്പോൾ അതൊന്നല്ല ഇതാണ്. അപ്പോൾ അത്രയൊന്നും വലിയൊരു സംഭവമാണെന്ന് ഞാൻ ധരിച്ചിട്ടില്ല. ഇന്നലെ മനീഷ വിളിച്ചിട്ട് എന്നോട് വലിയൊരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ആകെ ചമ്മലായി കയറി വരാൻ. അതാണ് ഞാൻ പറഞ്ഞത്, വളരെ ഒതുങ്ങി ജീവിക്കുന്ന ആളാണ്. വല്ല ഉച്ചപ്പാടൊന്നും സ്വതേ എനിക്കില്ല, ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ വളരെ കരിയർ വൈസും ഞാൻ അത്ര വലിയൊരു സംഭവമൊന്നുമില്ല. വെറുതെ ഒരു ഡിഗ്രി എടുത്ത് ബോംബെക്ക് വണ്ടി കയറിപ്പോയി, ബികോം കഴിഞ്ഞ് അവിടെ ജോലി കിട്ടുന്നുള്ളൊരു തെറ്റിദ്ധാരണയിൽ പോയി. പിന്നെ അവിടെ ചെറിയൊരു കമ്പനിയിൽ ജോലി എടുത്തു. 10-12 കൊല്ലം തിരിച്ചു വന്നു. എൻ്റെ ഒരു ബന്ധു നടത്തുന്ന ഒരു വൈദ്യശാലയിൽ ഞാൻ മുസ്തഫടി എന്നെ കണക്കെഴുത്തായിട്ട് കൂടി പിന്നെ അവിടെ നിന്ന് പോന്നു. ഇത്രയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊരു അത്ഭുതങ്ങളൊന്നും ഞാൻ ചെയ്തു കൂട്ടിയിട്ടില്ല. പക്ഷേ ബോംബെ ജീവിതം, ഞാൻ ബോംബെയിൽ ഞാൻ പറയുകയാണെങ്കിൽ ബോംബെയിൽ ആര് ജീവിച്ചാലും വെറുതെ ജീവിച്ചാലും അത് തരുന്ന ഒരു ആത്മവിശ്വാസം, അല്ലെങ്കിൽ നമ്മൾ ലോകം മുഴുവൻ കണ്ടിട്ടുള്ളതിൻ്റെ ഒരു അഹങ്കാരം, ഒരു തിരിച്ചറിവ് ഒക്കെ നമുക്ക് കിട്ടും. എനിക്ക് തോന്നുന്നത് എൻ്റെ എഴുത്തിൽ എന്തെങ്കിലും മേന്മയുണ്ടെങ്കിൽ അത് ബോംബെ തന്ന ഒരു ഉറപ്പാണ്, ബോംബെ തന്ന ഒരു കാഴ്ചപ്പാടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ബോംബെയെക്കുറിച്ച് ഒരുപാട് എഴുതിയിട്ടുണ്ടെന്നല്ല, ബോംബെയാണ് എന്നെ സാഹിത്യകാരനാക്കിയതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ബോംബെയിൽ ഈ 12 കൊല്ലം ജീവിച്ചിരുന്നില്ലെങ്കിൽ എൻ്റെ എഴുത്ത് ഇങ്ങനെയാകുമായിരുന്നില്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അതിൻ്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയാവുന്നത് എൻ്റെ അവിടുത്തെ ജീവിതം തന്നെയാണ്. ഞാൻ അധികം സംസാരിക്കില്ല, ഒരു അരമണിക്കൂറിൽ തീർക്കാമെന്ന് വിചാരിക്കുന്നു. ഈ ബോംബെ ജീവിതത്തിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ വളരെ അടുത്ത കൂട്ടുകാരൻ പ്രവീൺ ഇവിടെ ഇരിക്കുന്നുണ്ട്. ആ ഒരു 12 വർഷത്തിൽ 10 വർഷമെങ്കിലും ഞങ്ങൾ ഒന്നിച്ച് സഞ്ചരിക്കുകയും ഒന്നിച്ച് ചിന്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് വലിയൊരു സംഭവമായിട്ടൊന്നുമില്ല. പക്ഷേ അതെനിക്ക് സത്യത്തിൽ ഈ ഞാൻ പറഞ്ഞു നാട്ടിൻപുറത്ത്, ഞാൻ പാറാട്ടുപുഴയിൽ ജീവിച്ചാൽ കേരളത്തിലെ എവിടെയെങ്കിലും ഒരു സാധാരണ ഗ്രാമത്തിലോ ടൗണിലോ ജീവിച്ച് എനിക്ക് കിട്ടുമായിരുന്നതിലപ്പുറം എന്തോ ഒരു വെളിച്ചം എനിക്ക് കിട്ടിയിട്ടുണ്ട് ബോംബെയിൽ നിന്ന്. അപ്പോൾ അത് ഞങ്ങൾ രണ്ടുപേർക്കും കുറച്ച് പ്രാന്തമുള്ള കാരണം ഞങ്ങളെല്ലാ ശനി ഞായറും കണ്ടുമുട്ടും, അലഞ്ഞു നടക്കും, ആർട്ട് ഗാലറികളൊക്കെ സന്ദർശിച്ച് അങ്ങനെ ഒരു 2 ദിവസം ഞങ്ങൾ ശരിക്കും ആർമാദിക്കാറുണ്ട്. ആ ഒരു അടുപ്പം വെച്ചിട്ട് ഞങ്ങൾ കുറച്ച് കാലം കുറേ തമാശകൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. പ്രവീൺ ഇവിടെ വന്നത് നന്നായി, കാരണം ഇത് ഷെയർ ചെയ്യാൻ ഒരാളുണ്ടല്ലോ. അപ്പോൾ ഈ വായനയുടെ ഇടയിൽ ഞങ്ങൾ ചിലത് വിവർത്തനം ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അത് ഒന്ന് അലക്സാണ്ട്രിയ ക്വാർട്ടറ്റായിരുന്നു, ലോറൻസ് ഡ്യൂറലിൻ്റെ. അത് പകുതി എന്തിത്തില്ല, അതിന് മുമ്പൊക്കെ അവസാനിച്ചു. പക്ഷേ അതൊക്കെ വളരെ ഗംഭീരമായിട്ടുള്ളതെന്ന് പറയുന്നൊന്നും ഞങ്ങൾക്കൊരു അഭിപ്രായമുണ്ട്. അതൊക്കെ പുറത്ത് വന്നാൽ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളായേനെ. പിന്നെ പ്രാന്തിന് യാതൊരു അതിർത്തിയില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ മലയാറ്റൂരിൻ്റെ യന്ത്രം തിരക്കഥ എഴുതാൻ പുറപ്പെട്ടു. കുത്തിയിരുന്ന് രാത്രിക്ക് ഇരുന്ന് എഴുതി. മലയാറ്റൂരിനോട് ചോദിച്ചിട്ടുമല്ല, സിനിമ എന്താണെന്ന് അറിഞ്ഞിട്ടുമല്ല. പക്ഷെ എന്നാലും ഞങ്ങളത് വളരെ സീരിയസ് ആയിട്ട് കുറച്ച് കാലം, അതും പകുതി എന്തത്തിന് മുമ്പ് അവസാനിച്ചു. അതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായത്, ഒരു സംഗതി കുറച്ച് മുന്നോട്ട് പോയി. അത് കഥയുടെ കുലപതി എഴുതിയിട്ടുള്ള ഒരു ഗോട്ടി എന്നുള്ളൊരു കഥയായിരുന്നു. അപ്പോൾ ആ കഥ വായിച്ചപ്പോൾ ഇതിലൊരു സിനിമയുണ്ട്, കുട്ടികൾക്കുള്ള ഒരു സിനിമയ്ക്കുള്ള സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് അതിനൊരു തിരക്കഥ എഴുതി. തിരക്കഥ എഴുതുമ്പോൾ ഒന്നും സിനിമയാക്കാൻ പറ്റുന്നുള്ള വിശ്വാസത്തിലൊന്നല്ല കേട്ടോ, വെറുതെ ഒരു വ്യായാമം. അത് എഴുതി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വേറൊരു കൂട്ടുകാരൻ പറഞ്ഞു, നിങ്ങൾക്കറിയില്ലേ 1979 ഇത് ഇൻ്റർനാഷണൽ ചിൽഡ്രൻസ് ഇയറാണ്, ലോക ശിശു വർഷം. ഈ കൊല്ലം ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ബോംബെയിലെ വർളിയിലെ ഒരു സ്ഥാപനമുണ്ട്, ശാന്താറാം സ്ഥാപിച്ചതാണ്. അവർ സ്ക്രിപ്റ്റുകൾ അന്വേഷിച്ചിട്ടുണ്ട്, സ്ക്രിപ്റ്റുകൾ ക്ഷണിച്ചിട്ടുണ്ട് കുട്ടികൾക്കുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ഇത് അവിടെ കൊടുക്കാം, വേണമെങ്കിൽ കൊടുത്തു നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് മലയാളത്തിലാണ് എഴുതിയിരിക്കുന്നത്, അപ്പോൾ ഇത് ഇംഗ്ലീഷിലാക്കണം. പിന്നെ അത് ഇംഗ്ലീഷിലൊക്കെ ആക്കി ഞങ്ങൾ രണ്ടുപേരും പോയിട്ട് സബ്മിറ്റ് ചെയ്തു.
പാർവതി മേനോൻ എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീയായിരുന്നു എൻ്റെ ഡയറക്ടർ. അവർ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അടൂർ ഗോപാലകൃഷ്ണൻ്റെ ക്ലാസ്മേറ്റൊക്കെ ആയിട്ട് പഠിച്ച സ്ത്രീയാണ്. അവർക്ക് മലയാളം മുഴുവൻ അറിയില്ല, എന്നാലും കേട്ടാൽ മനസ്സിലാവും. അപ്പോൾ ഞങ്ങളോട് എൻ്റെ ജിസ്റ്റ് പറയാൻ പറഞ്ഞപ്പോൾ ആദ്യം തന്നെ ഇത് ഇംഗ്ലീഷിൽ പറയാമെന്ന് വിചാരിച്ച് പരിഭ്രമിച്ചു. പക്ഷേ അവർ മലയാളത്തിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. മലയാളത്തിൽ പറഞ്ഞു കൊടുത്തു. എന്തായാലും സ്ക്രിപ്റ്റ് അവിടെ കൊടുത്തു പോന്നു. അത് കൊടുത്തു പോകുന്നതിന് ശേഷമാണ് മനസ്സിലായത് ഇത് നമ്മുടെ കഥയില്ലല്ലോ, ഇത് എഴുതിയിരിക്കുന്നത് കുലപതിയാണ്. അപ്പോൾ കുലപതിയുടെ അനുവാദം നമ്മൾ ചോദിച്ചിട്ടില്ല. ആ മൂപ്പർക്ക് ഒരു കഥ എഴുതി. അന്ന് പ്രവീൺ കഥ എഴുതി തുടങ്ങി കേട്ടോ. പ്രവീൺ മാതൃഭൂമിയിലെ കഥ എഴുതി തുടങ്ങി. 1978 കഥ വന്നു തുടങ്ങി. ഞാനന്ന് കഥ എഴുതി തുടങ്ങിയിട്ടില്ലെങ്കിൽ പ്രസിദ്ധീകരിച്ച് വന്നിട്ടില്ല. പ്രവീൺ കഥ എഴുതിയിട്ട് എൻ്റെ കൂടെ അങ്ങനെ ഒരാളും കൂടി ഉണ്ട്. ഞങ്ങളിതിൻ്റെ തിരക്കഥ എഴുതിയിട്ടുണ്ട്. അത് ഇവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മലയാളം വെർഷനും ഇംഗ്ലീഷ് വെർഷനും അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. അതിനൊരു മറുപടി വന്നു, നിങ്ങളാരാണ്? അങ്ങനെ കുറേ ചോദ്യങ്ങളാണ്. നിങ്ങളാരാണ്? നിങ്ങൾ ഏത് മാർവാടിയുടെ ഏജൻറ്റാണ്? ഈ സിനിമ പിടിച്ചു കഴിഞ്ഞാൽ കഥയുടെ ഉടമസ്ഥൻ എന്ന നിലയ്ക്ക് എൻ്റെ പ്രതിഫലം എന്താണെന്ന് കുറേ ചോദ്യങ്ങൾ. അത് കിട്ടിയപ്പോൾ ഞങ്ങൾ അകന്തം വിട്ടു. ഞങ്ങൾ എന്തൊന്നും ആലോചിച്ചിട്ടില്ല. അതിനിടയ്ക്ക് ഇത് സബ്മിറ്റ് ചെയ്തിട്ടൊരു വിവരം കിട്ടുന്നില്ല. അപ്പോൾ ഈ കത്തിങ്ങനെ കിട്ടി സ്തംഭിച്ചിരിക്കുമ്പോൾ അപ്പോൾ ഓർമ്മ ഇത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, എന്തായി എന്നറിയണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ പാർവതി മേനോനെ ഫോണിൽ വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളത് തിരിച്ചയച്ചിട്ടുണ്ടല്ലോ, കിട്ടിയില്ലേ ചോദിച്ചു. തിരിച്ചയച്ചത് കിട്ടിയില്ല. എന്നാൽ അത് സിനിമയിൽ നോക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് അറിയില്ല എന്താ കുട്ടികൾക്കുള്ള സിനിമ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്ക് അറിയില്ല. ഇറ്റ് ഷുഡ് ബി ഫുൾ ഓഫ് ആക്ഷൻസ്, നിങ്ങൾ നെഗറ്റീവായിട്ട് എഴുതിക്കണേ എന്ന് പറഞ്ഞു. പിന്നെ 2 ദിവസം കഴിയുമ്പോൾ അത് പോസ്റ്റിൽ തിരിച്ചു കിട്ടുകയും ചെയ്തു. അതിനിടയ്ക്ക് ഈ കുലപതിയെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട്, കോമൺ ഫ്രണ്ട് നാട്ടിൽ വെച്ച് കണ്ടു. അപ്പോൾ ആൾ ചോദിച്ചു, എന്തിനാണ് നിങ്ങളിങ്ങനെ വളരെ രൂക്ഷമായിട്ട് കത്ത് ചെയ്തത്? ഒരു പാവങ്ങളാണ്, ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല, ഒരു തമാശയ്ക്ക് പുറപ്പെട്ടതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര പശ്ചാത്തലമായി. അപ്പോൾ അദ്ദേഹം ഞങ്ങളൊരു കത്തയച്ചു. ആ കത്ത് പ്രവീൺ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് എൻ്റെ വിശ്വാസം. അത് ഒരു സ്ഫോടനാത്മകമായിട്ടൊരു കത്താണ്. എന്നാലും അത് അവസാനിച്ചു. ഈ നിതാന്ത ശത്രുവിനെ കുറിച്ചുള്ള ചില വെളിപ്പെടുത്തലുകളൊക്കെയാണ് അതിൽ. അത് അവസാനിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഏകദേശം ഞങ്ങളുടെ ഈ മറ്റുള്ളവരുടെ കഥ എടുത്തിട്ട് തിരക്കഥയാക്കിയിട്ട് കാര്യമില്ല തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങൾ സ്വന്തമായിട്ട് ഒരു കഥ ഉണ്ടാക്കിയിട്ടൊരു ഫുൾ തിരക്കഥ ഉണ്ടാക്കി. അതെന്താ വെച്ചാൽ മലയാളത്തിൽ അന്ന് ഹൊറർ സിനിമകൾ കുറവാണല്ലോ, എന്നാണ് ലീസ വന്നിട്ടില്ല അതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ ഹൊറർ സിനിമയ്ക്ക് ഒരു സ്കോപ്പ് ഉണ്ട്. എന്നിട്ട് ഭീകരമായിട്ടൊരു സിനിമ, ഒരു നാട്ടിൻപുറത്ത് സംഭവിക്കുന്ന ഒരു സംഭവം. ഗംഭീര സ്ക്രിപ്റ്റായിരുന്നല്ലോ പ്രവീൺ. അത് ഇതുപോലെ എഴുതി കഴിഞ്ഞപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചില്ല. അപ്പോൾ ഞങ്ങളുടെ വേറൊരു ഫ്രണ്ട് ഒക്കെ ആരെങ്കിലും അവതരിക്കാറുണ്ട് ആ സമയത്തൊക്കെ. അവർ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു എനിക്ക് KS സേതുമാധവനെ പരിചയമുണ്ട്, ഞാൻ സേതുമാധവനെ അയച്ചു കൊടുക്കാമെന്നാണ്. എന്നിട്ട് ഞാൻ സേതുമാധവനെ അയച്ചു കൊടുത്തു. ഇതേപോലെ കുറയുമ്പോൾ മറുപടിയൊന്നുമില്ല. അപ്പോൾ അവസാനം ഞാൻ ഡയൽ ചെയ്തു. അന്ന് ഈ STD ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവസാനം ഡെസിലേക്ക് വിളിച്ചു ബോംബെയിൽ നിന്ന്. അതിവിടെ കിട്ടിയിട്ടുണ്ടല്ലോ. പക്ഷെ നിങ്ങൾക്ക് സിനിമയെക്കുറിച്ചൊന്നൊരു പിടുത്തമില്ല അല്ലേ? നിങ്ങൾ സിനിമയുടെ സംവിധായകനെ എഴുതുന്ന പോലെയാണല്ലോ ഞങ്ങൾ എഴുതിയിരിക്കുന്നത്. ഈ നായകൻ്റെ പാർശ്വമുഖം കാണാം എന്നൊക്കെയാണ്. ഈ അയാൾ വലിക്കുന്ന സിഗരറ്റിൻ്റെ പുക ഇങ്ങനെ അങ്ങനെ കണ്ടാൽ വായിച്ചു കഴിഞ്ഞാൽ സിനിമ കാണുന്ന പോലെയാണ് നമ്മൾ എഴുതിയത്. അല്ല, ഡയറക്ടർക്കും കുറച്ച് ഇതിൽ പണിയൊക്കെ ഉണ്ട് കേട്ടോ, നിങ്ങളിങ്ങനെ എഴുതിയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇത് ആരാ എഴുതിയത്? ഞങ്ങൾ രണ്ടുപേരും പേര് വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? അതല്ല, അത് ആരാ കയ്യക്ഷരം ആരുടെ അയച്ചു? ഞാൻ എഴുതിയതാണ് പറഞ്ഞു. നല്ല കയ്യക്ഷരമാണ് കേട്ടോ. അങ്ങനെയാണ് ആകെ ഒരു അവസാനിച്ചത്. എന്തായാലും അതൊക്കെ അവസാനിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതൊക്കെ രചനാലോകത്തിൽ പറയേണ്ടതാണോ എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് വേറൊന്നും പറയാനില്ലാത്ത കാരണം പറയാണ്. ഞങ്ങൾ രണ്ടുപേരും അപ്പോഴേക്കും കഥകൾ മാതൃഭൂമിയിൽ വന്നു തുടങ്ങി. എൻ്റെയും വന്നു തുടങ്ങി. 80 എൻ്റെ കഥ വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഈ ബോംബെ ജഹാംഗീർ ആർട്ട് ഗാലറിയിലെ ഒരു ചിത്രപ്രദർശനം കാണാൻ പോയി. അത് ഡൽഹിയിലത്തെ ആർട്ടിസ്റ്റുകളായിരുന്നില്ല, പ്രസിദ്ധ തൃശ്ശൂരിലെ ആൾക്കാരൊക്കെ ഉണ്ട്. മറ്റേ ദേവസി, മുത്തുക്കോയ, പിന്നെ കെ ദാമോദരൻ പറഞ്ഞു, നിങ്ങൾ വന്നതൊക്കെ ശരി, പക്ഷേ നിങ്ങൾക്കിതിനെക്കുറിച്ചൊരു പത്രത്തിൽ എന്തെങ്കിലും എഴുതാൻ പറ്റുമോ ചോദിച്ചു. അപ്പോൾ എഴുതാം, ചിത്രകല എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ലെങ്കിലും നമുക്ക് ശ്രമിച്ചൊക്കെ. പ്രവീൺ കുറച്ച് അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ട് പ്രവീൺ കുറച്ചും കൂടി വിവരമുണ്ട്, എനിക്ക് തീരെയില്ല. എന്നിട്ടത് ഞങ്ങളൊരു ലേഖനമൊക്കെ ആക്കി. അപ്പോൾ ഈ മാതൃഭൂമിയിലത്തെ VR ഗോവിന്ദനുണ്ണിയായിട്ട് ചെറിയൊരു കത്ത് വഴിക്ക് പരിചയം ഉണ്ടായിരുന്നു, അദ്ദേഹമുള്ള എഡിറ്റർ. അത് ആക്കി അയച്ചു കൊടുത്തു.
അത് അങ്ങനെ തന്നെ റിജക്റ്റ് ചെയ്തു. എന്നിട്ട് പക്ഷേ മൂപ്പരൊരു കൊളുത്തിട്ടു അതിൽ എന്ന് പറഞ്ഞു, നിങ്ങൾ ബോംബെയിൽ ജീവിക്കുന്ന ആളുകളല്ലേ, ബോംബെ ജീവിതത്തിനെ കുറിച്ച് നിങ്ങൾക്കൊരു ഫീച്ചർ എഴുതി തരാൻ പറ്റുമോ ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂട്ടിയിട്ട് ഒരു ഫീച്ചർ എഴുതി. അതാണ് മാതൃഭൂമി അയച്ചപ്പോൾ വന്ന ഞങ്ങളുടെ രണ്ടുപേരെയും കൂട്ടിയിട്ടുള്ള ആദ്യത്തെ രചന, വേരില്ലാത്ത താമസക്കാർ എന്നുണ്ട്. അപ്പം ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഈ കഥ ഏതാ വെച്ചാൽ ഫീച്ചർ ഏതാ വെച്ചാൽ എന്തുകൊണ്ട് കഥ എഴുതിക്കൂടാ. ഞങ്ങളിങ്ങനെ നടക്കുമ്പോൾ ഒരു ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്തു. ഞങ്ങൾ എന്നിട്ടൊരു കഥ എഴുതി, അനുധാവനം എന്നിട്ട് കഥ എഴുതി. അത് മാതൃഭൂമി അയച്ചപ്പോൾ വന്നു. കുറച്ചൊക്കെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് തോന്നുന്നു. വീക്കേനൊക്കെ കാണുമ്പോൾ എപ്പോഴും അനുധാവനം എന്ന് പറഞ്ഞിട്ട് കാണുമ്പോൾ തന്നെ എപ്പോഴും പറയാം അനുധാവനം എന്നുണ്ട്. പിന്നെ അത് വേറൊരു കഥ എഴുതി. പിന്നെ കുറച്ച് അപ്പോൾ ഈ 2 കഥ എഴുതിയപ്പോഴേക്കും ഞങ്ങൾ വേർപിരിഞ്ഞു. അതായത് ഞാൻ നാട്ടിലേക്ക് വന്നു, പ്രവീൺ ഇൻഡോറിലേക്ക് പോയി. അപ്പോൾ പിന്നെ അവിടുന്ന് പിരിയണതിന് തൊട്ട് മുമ്പ് ഞങ്ങളൊരു നോവലറ്റ് തുടങ്ങി വെച്ചിരുന്നു, കുറച്ച് വലുതായിട്ട് 4 അധ്യായമുള്ളൊരു നോവലറ്റ്. അത് പൂർത്തിയാക്കാൻ പറ്റിയില്ല. അപ്പോൾ തിരിച്ച് വന്നിട്ട് പ്രവീണിൻ്റെ കയ്യിലായിരുന്നു സ്ക്രിപ്റ്റ്. അതുകൊണ്ട് അപ്പോൾ ഞാൻ നമുക്കത് എന്തെങ്കിലും ചെയ്യേണ്ടത് വെച്ചാൽ പ്രവീൺ എന്തൊക്കെയോ എഴുതി ഇങ്ങോട്ട് അയച്ചു പോസ്റ്റിലായിട്ട്, ഞാൻ എന്തൊക്കെ എഴുതിയിട്ട് അങ്ങോട്ട് അയച്ചു. അങ്ങനെ പോസ്റ്റിൽ വഴിക്ക് കുറേ കാലം. ഇന്നൊക്കെയാണ് വളരെ എളുപ്പമാണ്, പക്ഷെ അന്ന് ഇതിങ്ങനെയായിരുന്നു. കുറേ ഞങ്ങൾക്ക് മടുത്തു. അത് ഒരു രൂപത്തിലെത്തിച്ച് അതും മാതൃഭൂമി വാർഷിക പതിപ്പിൽ അച്ചടിച്ച് വന്നു. ഇതൊക്കെ എപ്പോഴേക്കും ഏകദേശം ഞങ്ങളുടെ ഈ കൂട്ടുകൃഷി അവസാനിപ്പിക്കേണ്ട സമയമായത് തീരുമാനിച്ചത്. ഞങ്ങൾ ചെറിയൊരു പുസ്തകം ഇറക്കി, അനുധാവനം എന്നുള്ള പേരിൽ. അതൊന്നും അധികാരം വായിച്ചിട്ടില്ല. തിരിച്ചു വന്നപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ രാജൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ അശോകനെയൊക്കെ ജീവനോടെ കാണുന്നത് നാട്ടിൽ വന്നിട്ടാണ്. നമ്മൾ ഈ അവിടെ നിന്ന് ഇങ്ങനെ കഥ വായിക്കേണ്ടെന്നല്ലാണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ സാഹിത്യകാരന്മാർക്ക് യാതൊരു ക്ഷാമമില്ലല്ലോ. പക്ഷേ ഒരാളെ ഞാൻ അറിയില്ല, നേരിട്ട് കണ്ടിട്ടില്ല. പി സുരേന്ദ്രൻ്റെ പുസ്തകപ്രകാശനത്തിന് അശോകനെ കാണുന്നത്. പിന്നെ അങ്ങനെ ഓരോരുത്തരെ പരിചയപ്പോൾ രാജനാണ് ഇതിലൊരു കാറ്റലിക് ഏജൻറ്റ് പറഞ്ഞ പോലെ എല്ലാവരെയും കൊണ്ട് പരിചയപ്പെടുത്തലും. അങ്ങനെ ഞാനിവിടെ ഒരു 4 പേർക്ക് കണ്ടാൽ മനസ്സിലാവുന്ന ഒരാളായിട്ട് മാറിയത് രാജൻ്റെ. അത് ഞാൻ അന്ന് രാജൻ്റെ പുസ്തകപ്രകാശനത്തിൻ്റെ അന്ന് പറഞ്ഞു. രാജനും ഇവിടെ വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ അവസാനം ഈ ഒരു സാഹിത്യ അക്കാദമി അവാർഡൊക്കെ കിട്ടി. വീട് വിട്ടു പോകുന്നുള്ള പുസ്തകത്തിന് ഈ കഥ എഴുതി കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊരു സ്റ്റാഗ്നേഷൻ വന്നിട്ടുണ്ടോ എന്ന്. നമ്മുടെ കഥയൊക്കെ അത് എനിക്കിൻ്റെ സംശയം തോന്നുന്നു. ഞാൻ എഴുതുന്നതൊക്കെ പുതിയതല്ലാത്ത പഴയ ഞാൻ മുമ്പ് എഴുതിയത് വീണ്ടും ആവർത്തിക്കുകയാണെന്നൊരു സംശയങ്ങൾ. അതിനിടയ്ക്കൊരു സംഭവം ഉണ്ടായത് എന്താ വെച്ചാൽ എൻ്റെ ഒരു ബന്ധു ആയിട്ടുള്ള വായനക്കാരി ഒരു ദിവസം വിളിച്ചിട്ട് ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ആ കഥ വായിച്ചിട്ടോ. ഞാൻ ആരാ എഴുതിയതെന്ന് നോക്കിയില്ല, പക്ഷേ വായിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി താൻ എഴുതിയതെന്ന് മനസ്സിലായി എന്നാണ്. അവർ വലിയ കോംപ്ലിമെൻ്റ് ആയിട്ടാണ് പറഞ്ഞത്, നിങ്ങളുടെ ഭാഷയ്ക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടെന്നാണ്. പക്ഷെ ഞാൻ അതിലേക്ക് തിരിച്ചാ തോന്നിയത്. കാരണം അതിൻ്റെ അർത്ഥം ഞാൻ മുമ്പ് എഴുതിയ കഥകളുടെയൊക്കെ ഒരു പ്രതിഫലനം ഇതിലുണ്ട്, അല്ലെങ്കിൽ വാക്കുകൾ ആവർത്തിക്കേണ്ടതെന്നൊക്കെ തോന്നൽ വന്നു. അതെനിക്ക് ശരിക്കും സാറിന് ഷോക്ക് പോലെ. എന്താ അത് ഇപ്പോൾ നമുക്കൊരു പുതുമ കൊണ്ടുവരാൻ കഴിയുന്നില്ല, പുതിയ കാര്യങ്ങളൊന്നും പറയാൻ പറ്റുന്നില്ല എന്നുള്ളൊരു തോന്നൽ വന്നപ്പോൾ എന്തിനാണ് ഈ കഥ എഴുതണമെന്ന് തോന്നി. അതൊരു ചെറിയൊരു ബ്ലോക്ക് ഉണ്ടാക്കി കേട്ടോ. ഒരു 2-3 കൊല്ലമൊക്കെ ഒന്നും എഴുതാൻ പറ്റാണ്ട് അതൊരു തരം വേവലാതി പോലെയായി. ശരിക്കും പറഞ്ഞാൽ മാധവിക്കുട്ടിയാണ് എന്നെ കരകയറ്റിയത്. മാധവിക്കുട്ടി നേരിട്ട് കണ്ടിട്ടല്ല, മാധവിക്കുട്ടിയുടെ കഥകളൊക്കെ വീട്ടിൽ നിന്ന് വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, ആവിഷ്കാരത്തിനെക്കുറിച്ചോ ഭാഷയെക്കുറിച്ചോ ഒന്നും നമ്മൾ അങ്ങനെ വേവലാതിപ്പെടണ്ട, നമുക്ക് തോന്നിയ പോലെ നമുക്കൊരു സബ്ജക്റ്റ് തോന്നി എഴുതിയാൽ മതി എന്നുള്ളത് ഒരു ഉറപ്പ് കിട്ടിയപ്പോൾ ഞാൻ വീണ്ടും എഴുതി തുടങ്ങിയത്. ഈ റൈറ്റേഴ്സ് ബ്ലോക്ക് എന്നൊക്കെ വലിയ വാക്കുകൾ ഉപയോഗിക്കുന്നത് ശരിയല്ല, പക്ഷേ എനിക്ക് എഴുതാൻ പറ്റാണ്ട് പോയി എന്നുള്ളതാണ് സത്യം. അതിനിടയ്ക്ക് വേറൊരു സംഭവം കൂടി ഉണ്ടായത്, എൻ്റെ കയ്യിനൊരു പ്രശ്നം വന്നു. ഈ കയ്യിന് ഒരു പ്രശ്നമില്ല, ബലം ഒന്നും യാതൊരു പ്രശ്നമില്ല, പക്ഷേ പേന പിടിക്കുമ്പോൾ പ്രശ്നമായി. പേന പിടിച്ച് കഴിഞ്ഞാൽ എൻ്റെ കൈ ഇഷ്ടമുള്ള നല്ലതെന്നൊക്കെ ഈ ഒരു അഭിമാനം ഉണ്ടായിരുന്നു. പക്ഷേ ആ പേനയുടെ ഗ്രിപ്പ് കിട്ടാണ്ടായി. ഇങ്ങനെ പേന കിടന്ന് തിരിഞ്ഞ് അങ്ങോട്ട് വീഴും. അത് കാരണം എഴുത്തൊന്നും ശരിയാവണില്ല. ആദ്യം ഒരു അസുഖമെന്ന് മനസ്സിലായില്ല, പിന്നെ അത് അവസാനം ന്യൂറോ പ്രശ്നമാണെന്ന് പറഞ്ഞു. ഈ ആയുർവേദക്കാർ അത് അങ്കുലീവാദമാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അങ്കുലീവാദമൊന്നുമില്ല, വേദനയൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ എത്ര ഭാരമായിട്ടുള്ള സാധനങ്ങൾ എടുക്കാനൊക്കെ പറ്റും, അതൊന്നും പ്രശ്നമില്ല, വേദനയില്ലാത്ത കൂടുതൽ പ്രശ്നത്തെ. എന്നിട്ടൊരു ന്യൂറോളജിനെ കണ്ടു. അപ്പോൾ അദ്ദേഹം ഒരു റൈറ്റേഴ്സ് ക്രാമ്പ് എന്നിട്ട് അസുഖമാണത്. ഇത് എഴുത്തുകാർക്ക് വരും, എഴുത്തുകാർക്ക് മാത്രമല്ല ചെണ്ട ഉപയോഗിക്കുന്നവർക്ക് വരും, ടൈപ്പ് റൈറ്റർ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് വരും. അങ്ങനെയൊക്കെ ഒരുപാട് ഇതുള്ളതാണ്. പക്ഷേ ഇതിന് ചികിത്സയൊന്നുമില്ല, മരുന്നില്ല. ഇടത്ത് കൈ കൊണ്ട് എഴുതി പഠിച്ചോളൂ. ഞാൻ ഇടത്ത് കൈ കൊണ്ട് എഴുതി പഠിച്ചു, ഇടത്ത് കൈ കൊണ്ട് എഴുതാൻ പറ്റി തുടങ്ങി. അത് വലിയ കുഴപ്പമില്ലാണ്ട് പോയി. അക്ഷരങ്ങൾക്കൊരു മടിയൊന്നും ഇല്ലെങ്കിലും നല്ല അതേ സ്പീഡിൽ എഴുതാൻ പറ്റിയായിരുന്നു. ആദ്യമൊക്കെ ഇങ്ങനെയൊക്കെ പോയിരുന്നാലും പിന്നെ ശരിക്കും കിടന്ന് വന്നു തുടങ്ങി.
വലിയ കുഴപ്പമില്ലാണ്ട് പോയിട്ടോ. പിന്നെ കുറേ അധികം എഴുതിയതുകൊണ്ടാണ് ഒരാൾ ചോദിച്ചത് എന്താ നിങ്ങൾ 2 കൈ കൊണ്ട് എഴുതുന്നുണ്ടോ എന്ന് ചോദിച്ചെനിക്ക്. അപ്പോൾ 2 കൈ കൊണ്ട് 1 കൈ കൊണ്ട്, പക്ഷേ ഇടത്ത് കൈ കൊണ്ട് കൂടുതൽ എഴുതാൻ പറ്റുമെന്നൊരു സംശയം തോന്നി. എന്തായാലും ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാണ്ടായി. ഞാൻ ഒരു 90കളൊക്കെ ആയപ്പോഴേക്കും ഞാൻ കമ്പ്യൂട്ടർ അഭ്യസിച്ചു. കമ്പ്യൂട്ടറിൽ എഴുതാം. അപ്പോൾ ഈ പറഞ്ഞ 2 കൈ കൊണ്ട് എഴുതാൻ തുടങ്ങി ശരിക്കും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ വളരെ എളുപ്പത്തിൽ എഴുതുന്നുണ്ട്. അപ്പോൾ അത് ആ അസുഖം നമുക്കൊരു തടസ്സമല്ലാണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ബ്ലോക്ക് ഉണ്ടായൊരു കാലം ഞാൻ പറഞ്ഞല്ലോ, അത് 2007 അത് അവസാനിച്ചു. അത് അവസാനിക്കാനുള്ളൊരു കാരണം അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ 2007 ഈ ജനയുഗം വീണ്ടും പ്രസിദ്ധീകരിക്കാൻ തുടങ്ങണമെന്ന് പറഞ്ഞു. മുടങ്ങിക്കിടക്കുകയായിരുന്നത്. അപ്പം അതിൽ ഏറ്റെടുത്തപ്പോൾ അവർ പറഞ്ഞു ഒരു കോളം ചെയ്യണമെന്ന് പറഞ്ഞു. ഒരു അച്യുതൻ ഒരാളായിരുന്നു എഡിറ്റർ. പിന്നെ ഒരു VP ഉണ്ണികൃഷ്ണൻ, പിന്നെ നമ്മുടെ സുനിൽകുമാറും പറഞ്ഞു അത് കോളം ചെയ്യണം കേട്ടോ. എനിക്ക് കോളം ചെയ്യാൻ അറിയില്ല. പക്ഷേ അതിനു മുമ്പ് ഞാൻ കോളം ചെയ്തിരുന്നു. മനോരമ പത്രത്തിൽ ഞാൻ ബോംബെ ജീവിതത്തിനെ കുറിച്ചൊരു 24 സാധനം ചെയ്തിരുന്നു. അതാണ് നമുക്ക് ഈ ആകെയുള്ളൊരു എക്സ്പീരിയൻസ്, ഈ കോളം എഴുതിയിട്ടുള്ള എക്സ്പീരിയൻസ്. പക്ഷേ ലൈറ്റായിട്ടൊരു സാധനമായിരുന്നു. പക്ഷേ ഇവരുടെ നിർബന്ധം സഹിക്കുക വയ്യാണ്ടായപ്പോൾ ഞാൻ വെച്ച് നോക്കിക്കളയാം. ഇപ്പോൾ അധികമൊന്നും എഴുതാൻ പറ്റുന്നില്ല. 2-3 ഇഷ്യൂ കഴിഞ്ഞാൽ ഇത് അവസാനിക്കും എന്നുള്ള ഇതിൽ തുടങ്ങി. അപ്പോൾ വെള്ളിയാഴ്ചയാണ് എൻ്റെ ദിവസം. അതിനുമുമ്പ് C. രാധാകൃഷ്ണൻ, RVG മേനോൻ, ആലക്കുടി ലീലാകൃഷ്ണൻ, അങ്ങനെ 7 പേരെയാണ് അവർ സെലക്ട് ചെയ്തത്. ഒരെണ്ണം എഴുതി. രണ്ടാമത്തെ അപ്പോഴേക്കും വ്യാഴാഴ്ച കൊടുക്കണം. വ്യാഴാഴ്ച വൈകുന്നേരം അയച്ചു കൊടുക്കണം മെയിലിൽ. പിറ്റേ ദിവസം രാവിലെ വരും. അങ്ങനെയൊക്കെ അത് വന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അത് ഒരുപാട് എഴുതാൻ പറ്റി. ഇങ്ങനെ തുടർച്ചയായിട്ട്. എന്ന് മാത്രമേ ഞാൻ കഥയത്തിനേക്കാൾ കൂടുതൽ ആസ്വദിച്ചത് ഈ കോളം എഴുത്താണ്. പലരും പറയും അന്ന് ഈ പറഞ്ഞ ആറ്റൂർ ഒരു ദിവസം വഴിയിൽ വെച്ച് കണ്ടപ്പോൾ താൻ ഈ കോളം എഴുതിയിട്ടൊന്നും ഞാൻ ഒരു കാര്യമില്ലടോ, കഥ എഴുതുക ഇതൊന്നും നിലനിൽക്കുന്ന കാര്യമല്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ KC നാരായണൻ പറഞ്ഞു ഇതൊരു കാര്യമൊന്നുമില്ല, ഇത് കായ വറുത്ത് കഴിഞ്ഞിട്ട് ഈ പിന്നെ തോലെടുത്തിട്ട് വെട്ടിക്കൂട്ടി ഒരു ഉപ്പേരി ഉണ്ടാക്കില്ല, അത്രയ്ക്ക് ഈ കോളത്തിനൊക്കെ വിലയുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെയല്ല. കോളം ഞാൻ വളരെയധികം ആസ്വദിച്ച്, അതിപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ കഥയേക്കാൾ കൂടുതൽ ഞാൻ എഴുതിയിട്ടുണ്ട്. 220 പിന്നെ ദേശാഭിമാനി വീക്കിലിയിലും കൂടിയിട്ട് ഞാൻ കുറച്ച് എഴുതി. അത് ഒരുപാട് വിഷയങ്ങളെക്കുറിച്ചെന്ന് മാത്രമല്ല, നമുക്ക് എഴുതണം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ആ വിഷയം പഠിക്കും. പിന്നെ വളരെ ലൈറ്റായിട്ടാണ് കേവലം ഒരു കഥ എഴുതുന്ന പോലെയാണ്. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, എല്ലാ വെള്ളിയാഴ്ച ഒരു കഥ വേണമെന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എഴുതാൻ പറ്റില്ല. പക്ഷേ കോളം എഴുതാൻ പറ്റും. ഞാൻ ശരിക്കും വളരെയധികം ആസ്വദിച്ചു. അപ്പോൾ എൻ്റെ എഴുത്തിലെ ഒരു 2ാം ജന്മം എന്ന് പറയാവുന്നത് ഈ കോളം എഴുത്താണ്. ഇപ്പോൾ സ്വാമി പറഞ്ഞല്ലോ കോളം എഴുതിയിരുന്നത്. കോളമിസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ കോളമിസ്റ്റ് എന്ന് കേൾക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ് സത്യത്തിൽ. ഒരു പത്രപ്രവർത്തകൻ പറയുകയും ചെയ്തു, ഞാൻ ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ പറയാറുണ്ട് ഈ കോളം മലയാളത്തിലെ ഏറ്റവും നല്ല കഥാകൃത്ത് ആരാന്ന് എനിക്കറിയില്ല, പക്ഷേ ഏറ്റവും നല്ല കോളമിസ്റ്റ് ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞു. എനിക്ക് ഞാൻ ക്ലാസ്സിലൊക്കെ പറയാറുണ്ടായിരുന്നു. അങ്ങനെ ഏറ്റവും വലിയൊരു കോംപ്ലിമെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഇത്രയെങ്കിലും ഞാൻ പറയണമല്ലോ. ഇത്രയൊക്കെയാണ്. ഒരു മിനിറ്റ് കേട്ടോ, ഒരു ജസ്റ്റ് ഞാൻ അപ്പോൾ ഈ റിഹേഴ്സൽ ക്യാമ്പിനെ പറ്റി പറഞ്ഞില്ല. റിഹേഴ്സൽ ക്യാമ്പ് കൂടി പറയാം. ഇത് കഴിഞ്ഞിട്ട് റിഹേഴ്സൽ ക്യാമ്പ് ഞാൻ ബോംബെയിൽ എത്തിയ ഉടനെ അധികം താമസിക്കേണ്ട എഴുതിയൊരു സാധനമാണ്. ഞാൻ ഒരു ജീവിതത്തിൽ നേരിട്ടൊരു അനുഭവം, ഞാൻ അതൊരു നോവലിൻ്റെ രൂപത്തിൽ എഴുതിയതാണ്. അത് പിന്നെ എഴുതി കഴിഞ്ഞപ്പോൾ അന്ന് നമ്മൾ ഇത്രയൊന്നും ഇതറിയാത്ത കാരണം ഒരു 5-6 കൊല്ലം വെറുതെ കയ്യിൽ വെച്ചിരുന്നു. പിന്നെ അത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലേക്ക് അയച്ചു കൊടുത്തു. അതും കൂടി സംഭവം പറയാൻ ശരിക്കും സത്യത്തിൽ. അത് ബോംബെയിൽ 81 സംഭവം. അന്ന് NV കൃഷ്ണവാര്യരാണ് എൻ്റെ എഡിറ്റർ. അപ്പോൾ അന്ന് നമുക്ക് ഈ ഒന്നും അറിയില്ലല്ലോ, ബോംബെയിൽ ജീവിക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. ഇവിടെ ആകുമ്പോൾ കുറച്ച് നമ്മൾ ദുഷ്ടലൊക്കെ പഠിക്കും. നമുക്ക് കാര്യങ്ങൾ എങ്ങനെ നീക്കേണ്ടത്, മാനിപ്പുലേഷൻസൊക്കെ കുറച്ച് മനസ്സിലാവും നാട്ടിൽ വന്നു കഴിഞ്ഞാൽ. ബോംബെയിലൊന്നും അറിയില്ല. എന്നിട്ട് ബോംബെയിൽ നിന്ന് ഒരാൾ തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഒരാൾ പോകേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ ഇത് കൊണ്ടു കൊടുത്തു. ഈ ബൈൻഡ് ചെയ്ത 400 ചില പേജുണ്ട്. പോസ്റ്റിൽ അയക്കുകയാണെങ്കിൽ കുറേ കാശ് വരും. അപ്പോൾ അദ്ദേഹത്തിന് കൊടുത്തു. അപ്പോൾ ഞാൻ കൊണ്ടുകൊടുക്കാം, പക്ഷേ എനിക്ക് ആരെയും പരിചയമൊന്നുമില്ല കേട്ടോ, ഞാൻ കൊണ്ടുകൊടുക്കാമെന്നാണ്. ഇത് കൊടുത്തിട്ട് ഒരു 5-ാമത്തെ 6-ാമത്തെ ദിവസം എനിക്ക് കത്ത് വന്നു. ഇത് മാതൃഭൂമി ആഴ്ചപ്പതിൽ പ്രസിദ്ധപ്പെടുത്താം. എന്നിട്ട് NV കൃഷ്ണവാര്യരുടെ കത്ത്. അപ്പോൾ വലിയൊരു ഇതായി. എന്താ വെച്ചാൽ ഇതിലപ്പുറം നമുക്കൊന്നും കിട്ടില്ല. അന്ന് 2 കഥകൾ വന്നിട്ടേ ഉള്ളൂ. ഇപ്പോൾ മാതൃഭൂമി ആഴ്ചപ്പതിൽ നോവൽ വരിക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മോക്ഷം കിട്ടണ പോലെയാണ്. അപ്പോൾ സന്തോഷമായിട്ട് ഇരിക്കും. പക്ഷേ ഈ റിഹേഴ്സൽ ക്യാമ്പ് എന്നുള്ള പേരാക്കിയത് NV ആയിരുന്നു കേട്ടോ. മറ്റേ ചമയം എന്നൊരു പേര് ഞാനിട്ടിരുന്നു. അപ്പോൾ NV ചമയം എന്നുള്ള പേര് കാര്യമൊന്നുമില്ല, റിഹേഴ്സൽ ക്യാമ്പ് എന്നാണ് അതിൻ്റെ പേരെന്നിട്ട് ആളാണ് പേര് മാറ്റിയത്. പക്ഷേ എന്ത് പറ്റിച്ചാൽ
ആളുടെ രണ്ടാമത്തെ കത്ത് വന്നപ്പോൾ അന്നത്തെ പത്രാധിപന്മാർക്ക് ഒരു ഗുണമുണ്ട് കേട്ടോ, ഒരു കൃത്യമായിട്ട് മറുപടി അയക്കും. ഇപ്പോഴത്തെ പത്രാധിപന്മാരെ പോലെയല്ല, ഒരു കൃത്യമായിട്ട് ഒരു ഗാന്ധിയൻ ആദർശമുള്ള ആളുകളാണ്. അപ്പോൾ കത്ത് കിട്ടിയാൽ ഉടനെ അഡ്രസ്സും കൂടി ആളെന്നെ എഴുതുക. പറഞ്ഞത് ഫെബ്രുവരി 22-ാം തീയതിയിലത്തെ ലക്കം, ഞാൻ എന്നാ പ്രസിദ്ധീകരിക്കുന്നത് ചോദിച്ചിരുന്നു. അപ്പോൾ ഫെബ്രുവരി 22-ാം തീയതിയിലത്തെ ലക്കം മുതൽ പ്രസിദ്ധീകരിച്ച് തുടങ്ങുന്നിട്ട് കത്ത് വന്നു. ഞാൻ വന്നിട്ടിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കാം. മറുപടി വരുമ്പോൾ അടുത്ത ലക്കത്തിൽ നമുക്കൊന്ന് വരുന്നു വിചാരിച്ചു, എവിടെ ഒന്നും കാണാനില്ല. അവസാനം ഫെബ്രുവരി 22-ന് ലക്കം വന്നു. അപ്പോൾ അതിൽ പുതിയ നോവൽ യു ആർ അനന്തമൂർത്തിയുടെ അവസ്ഥ. ഈ അനന്തമൂർത്തി അഷ്ടമൂർത്തി തെറ്റിപ്പോയതാണൊക്കെ ഒരു പരിഭ്രമം. ഒന്നുമല്ല, അത് അവസ്ഥ തന്നെയായിരുന്നു. അപ്പം ഞാൻ എനിക്ക് എഴുതി, എന്താ സംഭവം, ഈ നോവല് പ്രസിദ്ധീകരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കണ്ടില്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മറുപടി, നോവൽ പ്രസിദ്ധീകരണത്തിന് തിരഞ്ഞെടുത്ത് വെച്ചതായിരുന്നു, നിങ്ങളുടെ നോവൽ പ്രസിദ്ധീകരണത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത് വെച്ചതായിരുന്നു. അതിനിടയ്ക്ക് അവിചാരിതമായ ചില സംഭവങ്ങൾ വന്നുകൂടി, കൂടുതൽ വിവരങ്ങൾ പിന്നീട് അറിയിക്കാം. മൂന്നാമത്തെ കത്ത്. അപ്പോൾ പിന്നെ കാത്തിരുന്നു, എന്താ സംഭവിച്ചെന്ന് അറിയില്ലോ. അനന്തമൂർത്തിയുടെ നോവലുകൾ വന്നുകൊണ്ടിരുന്നു. വീണ്ടും 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ വിയുടെ കത്ത്, അത് കുറച്ചും കൂടി ദീർഘമായിട്ടുള്ള കത്താണ്. അപ്പോൾ അതിൽ വിശദമായിട്ട് എഴുതിയിരുന്നു ആൾ, നിങ്ങളുടെ നോവൽ പ്രസിദ്ധീകരണത്തിന് തിരഞ്ഞെടുത്ത് വെച്ചിരുന്നു, കമ്പോസിങ്ങും തുടങ്ങിയിരുന്നു. അതിനിടയ്ക്ക് ഞാൻ ഇവിടെ ഇല്ലാത്ത സന്ദർഭത്തിൽ ശ്രീ VP രാമചന്ദ്രൻ അതിൻ്റെ കയ്യെഴുത്തുപ്രതി എൻ്റെ ഓഫീസ് കയ്യിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി. എൻ്റെ എതിർപ്പിനെ മറികടന്ന് അതിനൊരു ഇതൊരു ഓവറോൾ കൺട്രോൾ അദ്ദേഹത്തിന് കൊടുത്തിരുന്നു. അപ്പോൾ പിന്നെ അടുത്ത വാചകം, ഇതിൻ്റെ പേരിൽ ഞാൻ മാതൃഭൂമിയിൽ നിന്ന് രാജിവെച്ചിരിക്കുകയാണ്. അതിൻ്റെ അടുത്ത വാചകം പാരഗ്രാഫിൽ, നിങ്ങൾക്ക് താഴെ പറയുന്ന ഏതെങ്കിലും ഒന്ന് ചെയ്യാം. 1, ഒന്നും ചെയ്യാതിരിക്കുക. 2, കയ്യെഴുത്തുപ്രതി തിരിച്ചു കിട്ടാൻ ശ്രീ VP രാമചന്ദ്രൻ എഴുതുക. 3, നോവലിൻ്റെ പ്രസിദ്ധീകരണം സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് എഴുതിയ കത്തിന് ഒരു കോൺട്രാക്റ്റിൻ്റെ നിയമസാധുതയുണ്ട്. അത് ലംഘിച്ചതിൻ്റെ പേരിൽ മാതൃഭൂമി ഡയറക്ടർ ബോർഡിൻ്റെയും പത്രാധിപരായ എൻ്റെയും പേരിൽ കേസ് കൊടുക്കുക. ഇനിയും വികല്പങ്ങളുണ്ടാവാം. ദയവായി നല്ലവണ്ണം ആലോചിച്ച് തീരുമാനമെടുക്കണമെന്ന അപേക്ഷ. ഇനി മുതൽ എൻ്റെ വിലാസം താഴത്ത് A for ഗാന്ധിനഗർ, കോഴിക്കോട്. അത് അതിൽ വിട്ടു. എനിക്ക് ഇവിടുത്തെ ഒരു പ്രസിദ്ധീകരണത്തിൽ തിരഞ്ഞെടുത്ത് വെച്ച ഒരു നോവല് പ്രസിദ്ധീകരിക്കാൻ പറ്റാതെ പോയിട്ട് അന്ന് രാജിവെച്ച് പോയ ഒരേ ഒരു പത്രാധിപരായിരിക്കാം ഒരു പക്ഷേ എൻ വി കൃഷ്ണമാര്യർ. ഇപ്പോൾ മീശയുടെ കാര്യത്തിലൊന്നും അതല്ലല്ലോ സംഭവിച്ചത്. പത്രാധിപരാ തുടർന്നു, പിന്നെ പത്രാധിപർക്ക് പോണ്ടി വന്നുള്ള വേറെ കാര്യം. ഇങ്ങനൊരു സംഭവം കൂടി ഉണ്ടായി. അപ്പോൾ ഇത് പിന്നെ വീണ്ടും അത് കയ്യിൽ വെച്ചിരുന്നത് എന്താ ചെയ്യേണ്ടത് ഇല്ലാണ്ടായി. അപ്പോൾ അവസാനം VP രാമചന്ദ്രൻ എഴുതി, ഈ മാതൃഭൂമി എന്നിട്ട് നമ്മൾ ഇറങ്ങി നിന്നിട്ട് എവിടെ എത്തില്ലല്ലോ, കേസ് കൊടുത്തിട്ടൊന്നും യാതൊരു കാര്യമില്ല. അപ്പോൾ അത് വളരെ ഭംഗിയായിട്ട് ആൾ തിരിച്ച് പാഴ്സലായിട്ട് തിരിച്ചുകൊണ്ട് അയച്ചു. അപ്പോൾ അതിലിങ്ങനെ ആദ്യത്തെ അധ്യായത്തിലേക്ക് വേണ്ട ഇതൊക്കെ വെട്ടി മാറ്റിയിട്ടുള്ള അത് സെല്ലോട്ടേപ്പൊക്കെ ഒട്ടിച്ച് വെച്ചിരുന്നു. പിന്നെ തിരിച്ച് കിട്ടിയപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടേ വീണ്ടും ഞാൻ പറഞ്ഞില്ല, അന്ന് ഇത് മാനിപ്പുലേഷൻസ് ഒന്നും അറിയാത്ത കാരണം. അപ്പോഴാണ് കുങ്കുമ അവാർഡ് പിന്നെ കോൾ ഫോർ കണ്ടത്. അപ്പോൾ ഞാൻ അതിനെ അയച്ചു കൊടുത്തു. അതിന് 2nd പ്രൈസാണ് കിട്ടിയത്. ഫസ്റ്റ് പ്രൈസ് വേറൊരു സ്ത്രീക്കായിരുന്നു. അങ്ങനെ അത് റിഹേഴ്സൽ ക്യാമ്പ് 3-4 എഡിഷൻസൊക്കെ വന്നിട്ടുണ്ട്. എനിക്കൊരു സന്തോഷം ഉണ്ടാക്കിയത് അതിൽ ഇന്ദുലേഖയാണല്ലോ നമ്മുടെ 1889 ആദ്യത്തെ അല്ലേ ബെൽജി ആദ്യത്തെ. അപ്പോൾ ഒരു 100-ാം വർഷം നോവലിൻ്റെ മലയാള നോവലിൻ്റെ 100-ാം വർഷം ആഘോഷിച്ചപ്പോൾ DC ബുക്സ് അന്ന് ഒരു 100 നോവൽ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അതിൽ KS രവികുമാർ, നരേന്ദ്രപ്രസാദ്, പിന്നെ ഒരാളും കൂടി ഉണ്ടായിരുന്നു. 3 പേര് ഒരു കമ്മിറ്റി വെച്ചിട്ട് നോവലുകൾ സെലക്ട് ചെയ്യാൻ പറഞ്ഞു. 100 നോവലുകൾ. പക്ഷെ അവർ തലകുത്തി മറിയിട്ട് 84 നോവലേ കിട്ടിയുള്ളൂ. അതിലൊന്ന് റിഹേഴ്സൽ ക്യാമ്പായിരുന്നു. അപ്പോൾ വീണ്ടും അത് റിഹേഴ്സൽ ക്യാമ്പ്, എന്തെങ്കിലും വഴിത്തിരിവ് ഉണ്ടാക്കിയിട്ടുള്ള നോവലുകൾ, മലയാള സാഹിത്യത്തിൽ എന്തെങ്കിലും വഴിത്തിരിവ് ഉണ്ടാക്കിയ നോവലുകൾ ആണ് സെലക്ട് ചെയ്തത്. അപ്പോൾ അതിൽ അത് തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ഒരു സന്തോഷമുണ്ട്. ഞാൻ കുറേ മേനി പറയാനുണ്ട് ഈ കാര്യത്തിൽ. പിന്നെ അവസാനം ഈ നോവലെഴുത്ത് ഇനി നടക്കില്ല എന്നൊക്കെ വിചാരിച്ചതിന് ഈ അടുത്ത ജന്മത്തിൽ ഉണ്ടാവുള്ളൂ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഈ ക്യൂറേറ്റ് എന്നുള്ള ഒരു നോവൽ പെട്ടെന്ന് ഞാൻ എഴുതിയത്. അത് വളരെ പെട്ടെന്ന് എഴുതിയതാണ്. അതൊരു പക്ഷേ എൻ്റെ വീട് വിട്ടു പോകുന്നു എന്നുള്ള കഥയുടെ ഒരു എക്സ്റ്റൻഷനായിട്ട് കരുതാം വേണമെങ്കിൽ. എന്തായാലും കുറച്ച് പേരൊക്കെ അത് വായിക്കുന്നുണ്ട്. ഒരു കുറച്ചൊക്കെ വലിയ മോശമില്ലാത്തൊരു ലീഡർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി അവസാനിപ്പിക്കുകയാണ്. എൻ്റെ ഈ എഴുത്തിൽ
എൻ്റെ കൂടെ നിൽക്കുന്ന 2-3 പേരുണ്ട്. അത് ഞാൻ എഴുതുന്നത് എന്തും വളരെ നിഷ്ഠുരായിട്ട് വിമർശിക്കുകയും വിലയിരുത്തുകയും ഒക്കെ വെട്ടിത്തിരുത്തുകയൊക്കെ ചെയ്യുന്ന 3 കൂട്ടുകാരുണ്ട്. ഒരാൾ പ്രവീൺ തന്നെയാണ്, ഒരാൾ നമ്മളൊക്കെ അറിയുന്ന അഷ്ടമൂർത്തിയാണ്, വേറൊരാളും കൂടിയുണ്ട്. ആളൊന്നും വന്നിട്ടില്ല. ആൾ വേണു എന്ന് ഞങ്ങൾ വിളിക്കുന്ന വേണുഗോപാൽ, ഡോക്ടർ വേണുഗോപാലനാണ്. വിജയം കണ്ടുണ്ടാവില്ലേ, നമ്മൾ ഫെസ്റ്റിവലിനൊക്കെ ഉണ്ടായിരുന്നു. ഈ 3 പേരെ അപ്രൂവ് ചെയ്യാതെ ഞാൻ ഒന്നിനും അയച്ചു കൊടുക്കാറില്ല. എത്ര ചെറിയൊരു കുറിപ്പാണെങ്കിൽ പോലും ഞാനത് ഈ 3 പേരും വായിച്ച് അപ്രൂവ് ചെയ്തിട്ടേ കൊടുക്കാറുള്ളൂ. പലപ്പോഴും ഈ വേണു വളരെ നിഷ്ഠുരനായിട്ടുള്ളൊരു വിമർശകനാണ്. പ്രകാശ് മഷ്ക്ക് അറിയാമല്ലോ അല്ലേ. വേണു ഇത് കൊണ്ട് കളയടോ എന്നൊക്കെ പറയും. ഇപ്പോൾ ചിലപ്പോൾ കൊണ്ട് കളയേണ്ടി വന്നിട്ടുണ്ട്. ഇതിപ്പോഴും എങ്ങനെയാണ്, ഇപ്പോൾ ഇത് ഈ കുരേറ്ററൊക്കെ വായിച്ചിട്ട് എത്ര ചീത്ത കിട്ടിയിട്ടുണ്ടെന്നോ. ചീത്ത അയാളുടെ ഫ്ലാറ്റിൽ ഞങ്ങൾ 3 ദിവസം ഇരുന്നിട്ട്, പലപ്പോഴായിട്ട് 3 ദിവസം ഇരുന്നിട്ട് ഞങ്ങൾ ചർച്ച ചെയ്ത്. പക്ഷേ ആ ഒരു എഡ്യൂക്കേഷൻ വളരെ വാല്യുബിളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതാണ്, ഞാനിപ്പോഴും എഴുത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ എഴുത്തുകാരെന്ന ആൾക്കാർ ഇത് വിളിക്കുമ്പോഴേക്കുള്ളൊരു ബുദ്ധിമുട്ട് അതാണ്. ഞാൻ ഇപ്പോഴും വിദ്യാർത്ഥിയാണ്. ഇതൊരു കടന്നതായിട്ട് വിനയം നടിക്കലൊന്നുമല്ല. ഞാൻ വളരെ ഇതായിട്ട് എപ്പോഴും ആദ്യം എഴുതി തുടങ്ങുന്ന ആളെ പോലെ തന്നെ വളരെ സംശയാലുവൊക്കെ ആയിട്ടാണ് എപ്പോഴും എഴുതാൻ തുടങ്ങുന്നത്. ചിലത് അലസിപ്പോകാറുണ്ട്, ചിലത് എനിക്ക് തന്നെ ബോധ്യപ്പെടാറില്ല. അതൊന്നും ഞാൻ പുറത്ത് കൊണ്ടുവരാൻ പുറത്ത് കൊണ്ടുവരാതിരിക്കാറുണ്ട്. ഞാൻ എഴുതിയൊരു 142ഒക്കെയാണ് കൃത്യമായിട്ട്. കഥകളിൽ ഞാനൊരു 102 ഞാൻ സമാഹാരത്തിൽ പെടുത്തിയിട്ടുള്ളൂ. അത് മറ്റൊന്നും അത് ചില സമ്മർദ്ദങ്ങളൊക്കെ വഴങ്ങിയിട്ട് നമ്മൾ പറയില്ല, ഈ ഭാഷ നമ്മുടെ വാർഷിക പതിപ്പ്, ഓണപ്പതിപ്പുകളിലേക്ക് ഓണപ്പതിപ്പ് വരുമ്പോഴൊക്കെയാണല്ലോ കഥ ധാരാളം വരിക. അതിനൊക്കെ വേണ്ടി എഴുതിയ കുറേ കഥകളൊക്കെ ഉണ്ട്. അതൊക്കെ അധികം പേര് വായിക്കേണ്ട. അന്ന് വൈശാഖൽപ്പത്തിൽ വന്ന് പോട്ടെ, ഇനി പുസ്തകമായിട്ട് നമ്മൾ ആരും വായിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് പ്രസിദ്ധീകരിക്കാനും ഉദ്ദേശിക്കുന്നില്ല. ഇത്രയാണ് ഞാൻ പോയി എൻ്റെ രചനാലോകത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെയാണോ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതൊക്കെ എനിക്ക് പറയാനേ അറിയുള്ളൂ. അത്രയ്ക്കേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നമസ്കാരം. അപ്പോൾ അടുത്താണ് പ്രധാനപ്പെട്ട പരിപാടി. നമ്മൾ അഷ്ടമൂർത്തി അദ്ദേഹത്തിൻ്റെ രചനയുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ, അനുഭവങ്ങളിലൂടെ പറയുകയുണ്ടായി. അപ്പോൾ അത് സംബന്ധിച്ചും അതുപോലെ തന്നെ നമ്മൾ പലവട്ടം വായിച്ചിട്ടുള്ളതാണ് നോവലും കഥകളും. അപ്പോൾ അത് വായിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് എഴുത്തുകാരൻ നമ്മുടെ മുമ്പിലല്ലോ. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ എഴുത്തുകാരുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഭിപ്രായങ്ങൾ അദ്ദേഹത്തിന് മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് പറയാവുന്നതാണ്. അതിനുവേണ്ടി എല്ലാവരും സഹകരിക്കണം എന്ന് അപേക്ഷിക്കും. ഞങ്ങളുടെ ഒരുമിച്ച് ബോംബെയിലുണ്ടായിരുന്ന 75 മുതൽ 86 വരെ 10 കൊല്ലത്തോളം ഞങ്ങൾ ഒരുപാട് വിക്രസുകൾ ഇപ്പോൾ ഈ അഷ്ടമൂർത്തി പറഞ്ഞ മാതിരി ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റിയൊക്കെ അഷ്ടമൂർത്തി പറയുണ്ടായി. അഷ്ടമൂർത്തിയുടെ കഥകളെക്കുറിച്ച് അഭിപ്രായം പറയാൻ ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രചനാലോകങ്ങളെ പറ്റി എങ്ങനെയാണ് എഴുതുന്നതെന്നുള്ളത് ഞാൻ നിരന്തരം കാണുന്നൊരു സംഗതിയാണ്. ഒരു വളരെ പ്രത്യേകതകളുള്ള ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഈ ഒരു കഥയും മുഴുവനായി ഇത് പറയാതിരിക്കുക, അതാണ് അഷ്ടമൂർത്തിയുടെ ഒരു വിജയം എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. നമുക്ക് ചിന്തിക്കാനുള്ള ഒരു തുറവ് കിട്ടും, നമുക്ക് ഈ അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാനുള്ള ഒരു സ്പേസ് കിട്ടുന്നതാണ്, സ്പേസ് കൊടുക്കുന്നതാണ് അഷ്ടമൂർത്തിയുടെ പല കഥകളും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു പ്രത്യേകതരം വേറെ തരത്തിലുള്ള മനുഷ്യനാണ്. എനിക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയറായി കഴിഞ്ഞാലാണ് കൂടുതൽ സന്തോഷമാവുക. അപ്പം അതിൻ്റെ പേരിൽ ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പലതും ഉണ്ടാവാറുണ്ട്. പക്ഷേ ഒരു കോംപ്ലിമെൻ്ററി രചനകൾ എന്നുള്ള നിലയ്ക്ക് അഷ്ടമൂർത്തിയുടെ അത് വളരെ വിലപ്പെട്ടതാണ്. എനിക്ക് വളരെ പുതിയ ഓപ്പണിങ്സ് തന്ന കഥകളാണ്. പിന്നെ എൻ്റെ കഥ ആദ്യമായിട്ട് മാതൃഭൂമിയിൽ അച്ചടിച്ചു വന്ന കഥ തന്നെ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ ആ കഥ മുന്നോട്ട് പോകാൻ പറ്റാതെ നിന്നിട്ട് ഞാൻ അയാളെ വായിച്ച് കേൾപ്പിക്കലും അവരുടെ ഹെൽപ്പ് എടുക്കലും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തെ മാതൃഭൂമിയിൽ വന്ന കഥ സന്ദർശനം എന്നുള്ള കഥ. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ അന്യോന്യം ഈ കൊടുക്കൽ വാങ്ങൽ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ ഒരുമിച്ച് ഒരു കഥകൾ എഴുതുക, 3 കഥകൾ ഒരുമിച്ച് എഴുതി. പിന്നെ ഇപ്പോൾ ഈയിടെ ഈ ഒരു 4 കൊല്ലം മുമ്പേ കുസുദ്വീപ് എന്ന് പറഞ്ഞിട്ടൊരു കഥ അയാൾ എഴുതിയത് ഞാൻ വീണ്ടും മാറ്റി എഴുതുക എന്നുള്ള മട്ടിൽ ഒരേ ദേശാഭിമാനി പതിപ്പിൽ അത് ഒരുമിച്ച് വന്നിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ വലിയൊരു
ഒരു സ്നേഹബന്ധമാണ് ഈ അഷ്ടമൂർത്തിയായിട്ട്. ഞങ്ങളുടെ ഈ വേണുഗോപാലിനെ കുറിച്ച് അഷ്ടമൂർത്തി പറഞ്ഞല്ലോ, വേണുഗോപാലൻ പറയാറുണ്ട്, ഒരാളുടെ എഴുത്ത് വേറൊരാൾക്ക് വായിക്കാൻ കൊടുക്കാത്ത ഈ എഴുത്തുകാരുള്ള ഈ ലോകത്തിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കഥ എഴുതുന്നത് വളരെ അത്ഭുതമാണെന്ന് അദ്ദേഹം പറയാറുണ്ട്. അതൊരു അത്ഭുതമായിട്ട് എനിക്കും തോന്നാറുണ്ട്. ഇത്രയും ഇതിനെപ്പറ്റി പറയാനുള്ളൂ. അഷ്ടമൂർത്തിയുടെ കഥകളെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഈ സൗമ്യ ആദ്യം പറഞ്ഞ് വളരെ ശരിയാണ്. വായനക്കാരെ കൂടെ കൊണ്ടുപോകുന്ന കഥകൾ എന്നുള്ളത് റീഡിങ് ബ്ലോക്കൊന്നും വരില്ല. കഥ വായിച്ചാൽ തുടങ്ങിയാൽ മിക്കവാറും എന്ത് തടസ്സടയ്ക്ക് വന്നാൽ ഇത് കഴിഞ്ഞിട്ടാവാം എന്ന് വിചാരിച്ച് വായിച്ച് തീർക്കും ആ കഥകൾ. നാദി ദീർഘമാണ് കഥകളൊക്കെ. പിന്നെ MT പറഞ്ഞിട്ടുള്ളൊരു വാക്യം, ആ വാക്യം കൃത്യമായിട്ട് എനിക്ക് കോട്ട് ചെയ്യാൻ അറിയില്ല, ഓർമ്മയില്ല. അത് MT എവിടെയോ പറയുന്നുണ്ട്, തൻ്റെ ചെറുകഥകളുടെ ആമുഖത്തിലോ മറ്റോ, അറിയപ്പെടാത്ത രഹസ്യങ്ങൾ ഒളിച്ചു വയ്ക്കുന്ന സമുദ്രത്തേക്കാൾ എനിക്കിഷ്ടം എൻ്റെ നീളനദിയാണെന്ന്. അപ്പോൾ അഷ്ടമൂർത്തി അങ്ങനെ തൻ്റെ പരിമിതമായ ജീവിത വലയത്തിൽ ഉള്ള കഥകളാണ്, അനുഭവങ്ങളാണ് രചനയ്ക്ക് വിഷയമാക്കുന്നത്. തട്ടകത്തിൽ അടിയുറച്ച് നിൽക്കുന്നു എന്നുള്ളത് ഒരു നിലയ്ക്ക് ബലമാണ്, ചിലപ്പോൾ അത് ദൗർബല്യമാണ്, അത് വിട്ട് പുറത്ത് കിടക്കുന്നില്ല എന്നുള്ളത്. ഈ കഥകൾ സൂക്ഷ്മമായിട്ട് വായിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഞാൻ പ്രധാനമായിട്ട് ഇപ്പോൾ പറയുന്നത് അഷ്ടമൂർത്തിയുടെ കഥകൾ എന്നുള്ള ഹരിതം ബുക്സ് പബ്ലിഷ് ചെയ്ത 38 മറ്റോ കഥകളുള്ള ഒരു സമാഹാരം, അതാണ് ഞാൻ അവസാനം വായിച്ചിട്ടുള്ളത്. അതിലെ കഥകൾ ഞാൻ നാളെ രാജൻ്റെ കഥാസമാഹാരത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞു അതൊരു ക്രോണോളജിക്കൽ ഓർഡറിലല്ല എന്ന്. അതുകൊണ്ട് വികാസം മനസ്സിലാക്കാൻ പറ്റില്ല എന്ന്. ഇത് വളരെ കൃത്യമായിട്ട് 80-ൽ തുടങ്ങി 2004 അവസാനിക്കുന്ന ആ രീതിയിലൊക്കെ അടക്കി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ തീർച്ചയായിട്ടും ആദ്യത്തെ കുറേ കഥകൾ തൻ്റെ ജീവിത പരിസരവുമായിട്ട് ബന്ധപ്പെട്ട്, തൻ്റെ അനുഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട, കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങളാണ്. പിന്നെ പെട്ടെന്ന് സീൻ മാറുകയാണ്, പശ്ചാത്തലം മാറുകയാണ്. പിന്നെ കുറേ കഥകൾ ബോംബെ പശ്ചാത്തലത്തിലാണ്. എന്താണ് എനിക്ക് പേരുകളൊന്നും ഇപ്പോൾ ഓർമ്മ, രാമചന്ദ്ര സലിയക്കറോ, ദൗത്യോ, പിന്നെ വിപരീത ദശയോ, പിന്നെ എലിവേറ്ററിലെ ഇത്, പിന്നെ ഒരു കുൽക്കർണി, വസന്ത് അങ്ങനെ, പിന്നെ ഒരു സ്ത്രീയുടെ പേരിലുണ്ടല്ലോ, ഒരു രോഹിണി ഭട്ട. ഈ കഥകളൊക്കെ ബോംബെ ആ കാലഘട്ടം നമുക്കിങ്ങനെ. അപ്പം അഷ്ടമൂർത്തിയുടെ ജീവചരിത്രം നമ്മൾ വായിക്കുന്ന പോലെയാണ്. പിന്നെ തിരിച്ചു വന്നിട്ട് അശോകൻ പറഞ്ഞ പോലെ പൂർണ്ണമായിട്ട് ഇവിടേക്ക് തിരിച്ചു പോയില്ല, ഊരകത്തേക്കോ അല്ലെങ്കിൽ കൂടി തിരിച്ചു പോകാതെ തൃശ്ശൂർ നഗരമായിട്ട് ബന്ധപ്പെട്ട കഥകൾ എന്നുള്ള രീതിയിൽ ആ സമാഹാരം അവസാനിക്കുന്ന എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കരുവന്നൂർ പുഴ എന്നുള്ള കഥയിലാണ്. 2004 കഥ എഴുതിയത്, 2004 ഇത് വരുന്നത്. അതിനുശേഷം ഞാൻ സമാഹാരം എന്നുള്ള രീതിയിൽ വായിച്ചിട്ടുള്ള എനിക്ക് ആ ജയചന്ദ്രനെ കുറിച്ചുള്ള കഥ, അതുപോലെ ശങ്കരൻകുട്ടിയുടെ പുസ്തകങ്ങളെന്നോ മറ്റു കുറച്ചൊരു കഥ വന്നിട്ടുണ്ട്. ആ പുസ്തകം, ആ കഥ ഞാൻ ക്യൂറേറ്റർ വായിച്ചിട്ടില്ല. പക്ഷെ ആ കഥ ക്യൂറേറ്റർ ആദ്യത്തെ അധ്യായം ഞാൻ ദേശാഭിമാനിയിൽ വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഈ ശങ്കരൻകുട്ടിയുടെ ഗ്രന്ഥങ്ങളുമായിട്ട് ഇതിനെന്തോ ബന്ധമുണ്ടോ പോലെ എനിക്ക് തോന്നി. പിന്നെ ഞാൻ നോവലായതിനു ശേഷം ഞാൻ മുഴുവനായിട്ട് വായിച്ചിട്ടില്ല. പിന്നെ വിദേശത്ത് താമസിക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് മറ്റൊരു കഥ വന്നിട്ടുണ്ട്, സിംഗപ്പൂരിലോ മറ്റുള്ളൊരു സ്ത്രീയെക്കുറിച്ചുള്ളൊരു കഥ. അത് ഇനി സന്തോഷ് കുമാറിൻ്റെ ആണോ അത് അഷ്ടമൂർത്തിയുടെ ആണോ, അല്ല സിംഗപ്പൂരോ മലേഷ്യ മറ്റുള്ളൊരു സ്ത്രീയുടെ ഒരു കഥ. ഏതായാലും അത് കുറച്ചുകൂടി വ്യത്യസ്തമായ ലോകമാണ് അതിൽ ആവിഷ്കരിക്കുന്നത്. പക്ഷെ പൊതുവിൽ പറഞ്ഞാൽ തൃശ്ശൂരും ഈ ബോംബെയും ഒതുങ്ങി നിൽക്കുന്നു. മറ്റൊരു സവിശേഷത, ഞാൻ ഈ വർഗീയതയൊന്നും പറയില്ല, ഹിന്ദു കഥാപാത്രങ്ങളെ അധികം ഇതിൽ വരുന്നുള്ളൂ. ഒരു മുസ്ലിം കഥാപാത്രം ഞാൻ ആദ്യം കണ്ടത് അമീർ ഖാൻ, അല്ല ഉസ്താദ് അമീർ ഖാൻ എന്നോ മറ്റോ പറഞ്ഞൊരു കഥയുണ്ട്. അല്ലാതെ മുസ്ലിം കുടുംബജീവിതം അല്ലെങ്കിൽ ക്രിസ്ത്യൻ ജീവിത പശ്ചാത്തലമൊന്നും അഷ്ടമൂർത്തിയുടെ കഥകളിൽ തീരെ വരുന്നില്ല. ഇതൊരു കുറവായിട്ട് ഞാൻ പറയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു തനിക്ക് പരിചിതമായ കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ഞാൻ ആവിഷ്കരിക്കൂ എന്നുള്ള ഒരു നിഷ്ഠ അല്ലെങ്കിൽ ഒരു എന്താ പറയുക നിശ്ചയദാർഢ്യം അഷ്ടമൂർത്തിക്കുണ്ട്. അത് അദ്ദേഹം ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറേ കഥകൾ കഴിഞ്ഞാൽ വൈവിധ്യം കുറവാണ് എന്ന് ആളുകൾ പറയുമെന്നറിയില്ല. പിന്നെ ഒരു സവിശേഷത കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഞാനിപ്പോൾ പുസ്തക ചർച്ചയല്ലല്ലോ, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനൊക്കെ പറയാം. തൻ്റെ ഈ ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നു നല്ല തോന്നില്ല. ഈ കേരളീയ സാമൂഹ്യ പശ്ചാത്തലത്തിൽ ജീവിച്ചൊരു കഥാകൃത്തിൻ്റെ കഥകളിലൊന്നും ഈ മറ്റ് സമുദായങ്ങളുടെ ഒന്നും ജീവിത പശ്ചാത്തലം തീരെ വരുന്നില്ല എന്നുള്ളത് തോന്നിപ്പോയിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഈ മിക്ക കഥകളും അവസാനിക്കുന്ന ഒരു സഡനായിട്ട് അവസാനിക്കും, ഒരു അബ്രപ്റ്റ് എൻഡ് എന്നുള്ള രീതിയിൽ പല കഥകളും ഇനി എന്തെങ്കിലും ഉണ്ടാവും എന്ന് വിചാരിച്ചിരിക്കും, പെട്ടെന്ന് കഥ അവസാനിക്കുന്ന ഒരു അനുഭവം മിക്കവാറും പല കഥകളിലുണ്ട്. അത് വേണമെന്ന് വെച്ചാൽ ബോധപൂർവം ചെയ്യുന്നതാണോ അതോ സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ പെട്ടെന്ന് കഥ അവസാനിപ്പിക്കുന്നതാണോ, അതോ അത് ഇനി മുന്നോട്ട് പോവില്ല എന്ന് തോന്നുമ്പോൾ ആ രീതിയിലൊരു ട്വിസ്റ്റ് വരുത്തി അവസാനിപ്പിക്കുന്നതാണോ എന്നൊക്കെ ചോദിക്കാവുന്നതാണ്. കുട്ടേട്ടനെന്ന് വിളിക്കുന്ന അഷ്ടമൂർത്തിയേട്ടന് നമസ്കാരം.
അദ്ദേഹത്തിൻ്റെ ഒരു 50% കഥകൾ വായിച്ചിട്ടുണ്ട്. ഒരു സവിശേഷതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കഥകളിൽ അല്ലെങ്കിൽ കൃതികളിൽ കാണുന്ന നൈർമല്യം തൻ്റെ സ്വഭാവത്തിലും ഇടപെടലുകളിലും ചിന്തകളിലും അടിമുടി നിറഞ്ഞു നിൽക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അതുപോലെ നമുക്കൊക്കെ ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ നിത്യം കാണുന്ന വ്യക്തികളുണ്ടാവാം, അല്ലെങ്കിൽ പരിസരങ്ങളുണ്ടാവാം, അവയെ അതേപടി പകർത്തി വയ്ക്കുകയാണോ എന്ന് തോന്നുമെങ്കിലും അതിനിടയിൽ കിടക്കുന്ന ചില തെളിച്ചങ്ങൾ അതിനെ വളരെ നൈർമല്യമായിട്ടുള്ള ശൈലിയിലൂടെ തൻ്റെ കൃതികളിൽ ആലേഖനം ചെയ്യാനുള്ള ഒരു സവിശേഷമായിട്ടുള്ള വ്യക്തിത്വം കുട്ടേട്ടനുണ്ട്. തീർച്ചയായിട്ടും ക്യൂറേറ്റർ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ആ കൃതിയുടെ ഉള്ളടക്കത്തെക്കാൾ ഉപരിയായിട്ടുള്ള, എനിക്ക് തോന്നുന്നില്ല മലയാളത്തിൽ ഇങ്ങനെ ഇപ്പം നമ്മളൊക്കെ കുട്ടിക്കാലത്ത് പഴയ കാലത്ത് ഈ മാതൃഭൂമി ആഴ്ചപ്പതിപ്പുകളൊക്കെ ഇങ്ങനെ വരുന്നത് ഒരുമിച്ച് ബൈൻഡ് ചെയ്തൊക്കെ വെക്കുന്നത് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ സവിശേഷമാണ് യുണീക്ക്നെസ് എന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്ന മലയാള ഭാഷയിലെ എണ്ണപ്പെടുന്ന ശ്രദ്ധേയമായിട്ടുള്ള കൃതികളിൽ ഒന്ന് തന്നെയാണ് ക്യൂറേറ്റർ എന്ന് പറയുന്ന വളരെ വലിയ കൃതി. കൊച്ച് എന്ന് പറയുന്നത് പേജുകളിലെ എണ്ണക്കുറവുകൊണ്ടാണെങ്കിലും അതിൻ്റെ ആഴവും വ്യാപ്തിയും അത്ഭുതകരം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടേട്ടൻ ഇനിയും എഴുത്തിൻ്റെ വഴിയിലൂടെ മുന്നോട്ട് പോകണം. ബ്ലോക്കുകളൊന്നുമില്ല. ഞങ്ങൾ വായനക്കാർ ഇനിയും ഇപ്പം സാളഗ്രാമം അത്തരം അതുപോലെ ഓരോ കൃതികളുടെ എടുത്താലും നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളാണെങ്കിൽ കൂടി അതിലൊരു നവീനത അല്ലെങ്കിൽ നൂതനത്വം കണ്ടെത്താനുള്ള ഇതുണ്ട്. എല്ലാ എഴുത്താശംസകളും. നന്ദി, നമസ്കാരം. ഒന്ന് രണ്ട് ഒബ്സർവേഷൻസ് മാത്രമാണ് കഥകളെപ്പറ്റി പറയുന്നത്. ഒന്ന്, എനിക്ക് തോന്നിയത് അഷ്ടമൂർത്തിയുടെ ഒരുപാട് കഥകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അതൊക്കെ വളരെ റീഡബിൾ ആണെന്നുള്ളതാണ്. റീഡബിലിറ്റി എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണല്ലോ. പിന്നെ ഇംഗ്ലീഷ് നോവലിസ്റ്റ് ജെയിൻ ഓസ്റ്റനെ പറ്റി നമ്മൾ പറയാറുണ്ട് ഹെർ ഇഞ്ച് ഓഫ് ഐവറി എന്ന്. അതായത് അവർക്കൊരു വലിയ ക്യാൻവസ് ഇല്ല, 1 ഇഞ്ച് ഐവറി മാത്രമാണ് അവർ എഴുതുന്നത്. അതുപോലെ അത്ര വലിയ ക്യാൻവസ് അല്ലെങ്കിലും കേരളത്തിലും ബോംബെയിലുമുള്ള ബാക്ക്ഗ്രൗണ്ടിൽ വളരെ ഹൃദ്യമായിട്ടുള്ള ഒരുപാട് കഥകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് വേറൊരു കാര്യം തോന്നിയത്, അഷ്ടമൂർത്തിയെ പോലെ പല എഴുത്തുകാരും കേരളത്തിലുള്ളവർ എഴുതുന്നത് കേരളത്തിന് പുറത്ത് താമസിച്ചിട്ട് ആണ്, അല്ലെങ്കിൽ ഇപ്പോഴും അവിടെ താമസിക്കുന്നവർ, അല്ലെങ്കിൽ അവിടെ നിന്ന് വന്നവർ. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ യു ഗെറ്റ് എ ബെറ്റർ പെർസ്പെക്റ്റീവ്, അതായിരിക്കുമോ. നമ്മുടെ സ്ഥലത്തുനിന്ന് മാറി വേറൊരു സ്ഥലത്ത് താമസിക്കുമ്പോൾ നമുക്ക് ആ ഡിസ്റ്റൻസ് കൊണ്ട് ഒരു നല്ല പെർസ്പെക്റ്റീവ് കിട്ടുന്നതുകൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും ഈ കഥകളൊക്കെ വളരെ കാലം മുമ്പ് തന്നെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വരുമ്പോൾ അതിലുണ്ടായിരുന്ന പിക്ചേഴ്സ് വരെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. സ്കെച്ചസ് പോലെയുള്ള പിക്ചേഴ്സ് വന്നിട്ട് കഥകളുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഇവിടെ പറഞ്ഞതുപോലെ അവസാനം ഒരു ഹാങ്ങിങ് ഇൻ ദി എയർ എന്നുള്ളൊരു തോന്നൽ ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്. ഒരു വിധത്തിൽ നല്ലതാണ്, ബിക്കോസ് ഇറ്റ് മേക്സ് യു തിങ്ക്. ദാറ്റ്സ് ഓൾ. താങ്ക് യു. അഷ്ടമൂർത്തിയുടെ കഥകൾ ആനുകാലികങ്ങളിൽ കാണുന്നതിനോടൊപ്പം തന്നെ ഈ നോവലിന് കുട്ടേട്ടൻ എടുത്ത എഫർട്ടിൻ്റെ ഒരു ദൃക്സാക്ഷിയാവാൻ സാധിച്ചിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ 2-3 കാര്യങ്ങളാണ് സൂചിപ്പിക്കാൻ. മറ്റു ചില ഗവേഷണവുമായി ബന്ധപ്പെട്ട അപ്പന്തമ്പുരാൻ സ്മാരകത്തിൽ ചെല്ലുമ്പോൾ കുട്ടേട്ടൻ ഒരു മൂലയിൽ ഒതുങ്ങിയിരുന്ന് പഴയ ആനുകാലികങ്ങൾ പഠിക്കുന്നു. നമ്മളിത് 2-3 ദിവസം അങ്ങനെ റെഗുലറായിട്ട് കാണുന്നു. അപ്പോൾ എന്താ കുട്ടേട്ട ഇങ്ങനൊരു പണിപ്പുരയിലാണ്.
ഈ പണിപ്പുരയിലായിരുന്ന ഈ നോവൽ വ്യക്തിപരമായി നമുക്ക് പരിചയമുള്ള ഒരു വ്യക്തിയുടെ ജീവിത കഥയുടെ ശരിക്കുള്ള ഒരു എന്തായാലും ബയോഗ്രഫി എന്നൊക്കെ പറയാവുന്ന പോലെ, ഓക്കെ, അത് എഴുത്തുകാരൻ്റെ ഒരു സ്വാതന്ത്ര്യത്തിൽ അതിന് മറ്റു ഉപകഥകളെല്ലാം ഉണ്ടെങ്കിലും മറ്റു പലരും ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, ഇത് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയുടെ ജീവിത കഥയാണ്. ആ വ്യക്തിയെ പേഴ്സണലായിട്ട് ഒരു 80കളിൽ മുതൽ പരിചയമുള്ളൊരു വ്യക്തി. പിന്നീട് ഈ നോവൽ പ്രസിദ്ധീകരിച്ച ദിവസം തന്നെ കുട്ടേട്ടൻ പറഞ്ഞൊരു കാര്യം ഞാനിപ്പോൾ വീണ്ടും ഓർക്കുന്നു. ഈ വ്യക്തിയുടെ കുടുംബത്തിനെ അറിയാം, പക്ഷേ അവരുമായി ഇതിനെക്കുറിച്ചൊന്നും സംസാരിച്ചില്ല. എന്തുകൊണ്ടെന്നാൽ ആ വ്യക്തിയുടെ ജീവിതവും ഈ നോവലും തമ്മിൽ ഒരു ജീവചരിത്രം പോലെ ആയിപ്പോകുമോ എന്നുള്ളൊരു ഭയം കൊണ്ട് മാത്രമാണ് കുട്ടേട്ടൻ ആ വ്യക്തിയുടെ കുടുംബവുമായി ബന്ധപ്പെടാതിരുന്നതെന്ന് പറഞ്ഞു. ഇങ്ങനെ 2-3 കാര്യങ്ങളാണ് ഈ കുറേറ്ററിൻ്റെ ഒരു എഴുത്തുപണി നടക്കുമ്പോൾ തൊട്ട് കാണുന്ന ഒരാളെന്നുള്ള രീതിയിലും, അത് ദേശാഭിമാനിയിൽ 2 പേരുടെയും തുടരൻ സാധനങ്ങൾ, അതായത് ജർമ്മൻ ഡയറിയും ഇതും ഒരുമിച്ചാണല്ലോ വന്നു തുടങ്ങിയത്. അതിനുശേഷം പുസ്തകമായിട്ട് വായിച്ചപ്പോഴും അതിനുശേഷം കണ്ട് സംസാരിച്ചപ്പോഴും തോന്നിയ 2-3 കാര്യങ്ങൾ എനിക്ക് തോന്നി. ഇതൊരു ജീവചരിത്രമല്ല, പക്ഷേ ഒരു കാലഘട്ടത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു യൗവനത്തിൽ ഇങ്ങനെ ആഴ്ചപ്പതിവുകൾ ശേഖരിച്ച് ജീവിച്ചിരുന്നൊരു വ്യക്തിയുടെ ഒരു കഥ കൂടിയാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. അഷ്ടമൂർത്തിയെ ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത് സാഹിത്യപാരമ്പര്യത്തിൽ കൃഷ്ണൻ നായർ അഷ്ടമൂർത്തിയുടെ ഒരു കഥയെ പരാമർശിച്ചു. ആ കഥയുടെ ശീർഷകം എനിക്കിപ്പോൾ ഓർമ്മയില്ല. ഒരു ട്രെയിൻ യാത്രയാണ്. ഒരു പാടശേഖരത്തിൻ്റെ മുന്നിൽ ആ ട്രെയിൻ നിൽക്കുകയാണ്. അപ്പോൾ ആ ജാലകത്തിലൂടെയുള്ളൊരു കാഴ്ച, കൃഷ്ണനായർ അത് പറഞ്ഞത് ചെക്കോവിൻ്റെ ഒരു കഥയൊക്കെ ആയിട്ട് ആണ് തോന്നുന്നത്, താരതമ്യപ്പെടുത്തിയുള്ളത്. ഇവിടെ പരാമർശിക്കുകയാണ്. അഷ്ടമൂർത്തി ഇവിടെ പറഞ്ഞിട്ടേ ഇല്ല. അത് കൃഷ്ണൻ നായരുടെ പരിഹാസം പോലും വലിയ അവാർഡായിട്ട് ആളുകൾ കരുതുന്ന എഴുത്തുകാരങ്ങനെയാണ്. അതിവിടെ അഷ്ടമൂർത്തി പരാമർശിച്ചില്ല എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ പേര് ബെന്നി. എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ കല്യാണത്തിന് കുട്ടേട്ടൻ എനിക്ക് 2 പുസ്തകമാണ് സമ്മാനം നൽകിയത്. ഒന്ന് വീരി വിട്ടു പോകണം എന്നുള്ള പുസ്തകവും റിഹേഴ്സൽ ക്യാമ്പും. അത് 2ഉം വായിച്ചിട്ടുണ്ട്. പിന്നെ ഈ അടുത്ത് ക്യൂറേറ്റർ എനിക്ക് കുട്ടേട്ടൻ തപാലിൽ നല്ല കൈപ്പടയിൽ ബെന്നിക്ക് സ്നേഹപൂർവ്വം കുട്ടേട്ടൻ എന്ന് പറഞ്ഞിട്ട് അയച്ചു തന്നു. അത് ഞാൻ വായിച്ചിട്ടില്ല. എനിക്ക് വായിച്ചതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം, കുട്ടേട്ടൻ എന്താണോ അത് കഥയിൽ കാണാം. ആ ശാന്തി, നിർമ്മലത, സ്വാത്വികത, എല്ലാ വിധത്തിലും ലാളിത്യവുമുള്ള എല്ലാ കാര്യങ്ങളും കഥയിലുണ്ട്. പക്ഷെ എനിക്ക് കഥേനേക്കാൾ ഇഷ്ടം കുട്ടേട്ടൻ്റെ ഈ രചനാലോകം എന്ന് പറയുമ്പോൾ അതും കൂടെ വരുമല്ലോ, കോളം തന്നെയാണ്. കാരണം ഞാൻ സ്ഥിരമായിട്ട് ജനകുയത്തിൽ ഞാൻ വായിച്ചിട്ടില്ല, പക്ഷേ സ്ഥിരമായിട്ട് ദേശാഭിമാനിൽ വന്നിരുന്ന അത് വായിച്ചിരുന്നു. ശരിക്കും പടം വരച്ച് വെക്കണ പോലെ ഇങ്ങനെ രസകരമായി നല്ല രീതിയിൽ നല്ല ഒബ്സർവേഷൻ, നിരീക്ഷണ പടത്തോട് കൂടിയിട്ട് വളരെ സ്വാഭാവികമായി ഒട്ടും ക്ലിഷ്ടതയില്ലാതെ രസമായി വായിച്ചു പോകാവുന്ന രീതിയിൽ എഴുതിയിരുന്നത്. പിന്നെ എനിക്കറിയില്ല, അത് നിന്നുപോയി. അപ്പോൾ എൻ്റെ ഒരു അഭ്യർത്ഥന, കുട്ടേട്ടൻ ഈ കഥയോടൊപ്പം തന്നെ അതും കൂടെ ആരംഭിക്കണം. കാരണം ഒരുപാട് കാര്യങ്ങൾ, സമകാലികമായ ആനുകാലികമായ കാര്യങ്ങൾ വലിയ വായനയുടെ അകമ്പടിയോടുകൂടി സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ അത് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ക്യൂറേറ്റർ ഞാൻ വായിച്ചിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ, മുഴുവനായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സന്തോഷം, ഇങ്ങനെ കുട്ടേട്ടനിലേക്ക് വിളിച്ചു വരാൻ പറ്റി, സന്തോഷം. ഒരുപാട് ഇനിയും ഇത്തരത്തിൽ എഴുതാൻ കഴിയട്ടെ. ഒപ്പം കോളം എഴുത്തിൽ തുടർന്നും കൂടി ഒരു അഭ്യർത്ഥനയും കൂടി എനിക്കുണ്ട്. നന്ദി. ഒരു കാര്യം കൊണ്ട് മാഷ് പറഞ്ഞു കുട്ടേട്ടൻ്റെ കൃതികളിൽ ഹിന്ദുക്കളെ ആണ് കൂടുതൽ. എൻ്റെ പേര് വിജയൻ പുന്നത്തൂർ. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് അതിൽ ഹിന്ദുവിനെയും ക്രിസ്ത്യനെയോ മുസ്ലിമിനെയോ എന്നല്ല, മനുഷ്യനെയാണ് അതിൽ കുട്ടേട്ടൻ്റെ എല്ലാ കൃതികളിലെയും കഥാപാത്രങ്ങൾ. അതിലൊരു ഹിന്ദു എന്നോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ എന്നോ മുസ്ലിം എന്നോ അങ്ങനത്തെ ഒരു ഐഡൻറ്റിറ്റി ചാർത്തിക്കൊടുക്കുന്നതിലുപരി സഹജമായ മജ്ജയും മാംസവുമുള്ള മനുഷ്യരെയാണ് ഈ കൃതികളിലൂടെ കുട്ടേട്ടൻ ആവിഷ്കരിക്കുന്നതെന്നാണ് എനിക്ക് എൻ്റെ ഒരു എളിയ നിരീക്ഷണം. ഓരോരുത്തരും അവരവരുടെ വായനാനുഭവങ്ങൾ പറയുകയാണ് ചെയ്തിട്ടുള്ളത്. അത് വലിയ എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അതൊരു വളരെ ഗുണകരമായ ഒരു സംഗതിയാണ്. എന്തായാലും
ഈ പറഞ്ഞ അനുഭവങ്ങളോട് ഒന്ന് കൃഷ്ണമൂർത്തി പ്രതികരിച്ചുകൊണ്ട് നമുക്ക് ഒന്ന് അവസാനം. ആ കൃഷ്ണനായരെ കുറിച്ച് പറഞ്ഞില്ല, അദ്ദേഹത്തിൻ്റെ പേര് മനസ്സിലായില്ല. മനസ്സിലായില്ല, സോറി. കൃഷ്ണനായർ ആ കഥയെക്കുറിച്ച് വളരെ നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരുപാട് കഥകളെക്കുറിച്ച് ഭയങ്കര ചീത്ത പറഞ്ഞിട്ടുണ്ട്. അത് കാരണം എനിക്ക് യാതൊരു ഹർഷം തോന്നാറില്ല. ഈ കൃഷ്ണനായർ എപ്പോഴും നമ്മൾ നല്ല കഥ വിചാരിക്കുന്നത് കൃഷ്ണനായർക്ക് തീരെ ഇഷ്ടപ്പെടാറില്ല. എൻ്റെ ഒരു കഥയെക്കുറിച്ച് എഴുതിയത് ആൾ പറഞ്ഞത്, ഈ ആസ്പത്രിയിൽ ഓപ്പറേഷന് കിടക്കുമ്പോൾ പണ്ട് ക്ലോറോഫോം കൊടുക്കാറുണ്ട്, ഇപ്പോൾ ഇത് വേണ്ട, ഈ അഷ്ടമൂർത്തിയുടെ കഥ വെച്ച് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് അത്രയും രൂക്ഷമായിട്ട് വിമർശിക്കുന്ന ആളാണ്. അപ്പോൾ കുറേ വിമർശനം കേട്ട് ഒരുപാട് നല്ലതും കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് എന്തുകൊണ്ടോ കൃഷ്ണനായരുടെ എന്താ പറയേണ്ടത്, സാഹിത്യത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ സാഹിത്യത്തിനെ വിലയിരുത്തുന്ന ഇത് പലപ്പോഴും എനിക്ക് യോജിക്കാൻ കഴിയാറില്ല അദ്ദേഹത്തിൻ്റെ അതുകൊണ്ട്. അത് കാരണം ഈ കഥാസാരം എന്നുള്ള കഥയാണ് അദ്ദേഹത്തിന് പറഞ്ഞത്, അത് വളരെ ഇതായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഉദാത്തമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് ഞാൻ എനിക്ക് വലിയൊരു സന്തോഷം കാര്യത്തിലില്ല. എന്താ വെച്ചാൽ രണ്ടും കേട്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഭാവുകത്വത്തിനോട് എനിക്ക് വലിയ അടുപ്പമില്ല. കേസരി പറഞ്ഞത് നമ്മൾ അപ്പം തമ്മിൽ പല പ്രാവശ്യം കണ്ടുപിട്ടി. എന്നെ സഹായിച്ചിട്ടുള്ളൊരു കുട്ടി മനീഷ ഇപ്പോൾ പോയി. മനീഷ ഒരുപാട് സഹായിച്ചു, അനിൽ സഹായിച്ചിട്ടുണ്ട്. ഞാൻ ഈ പത്രമാസികളെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ, പത്രമാസികൾ മാത്രമല്ല, ആനുകാലികങ്ങൾ മാത്രമല്ല, അതിൻ്റെ ചരിത്രം പഠിക്കാനൊരു ശ്രമം ഉണ്ടായി. അപ്പോൾ അനിലൊക്കെയാണ് പുസ്തകങ്ങൾ എടുത്തു തന്നത്, കുറേ പുസ്തകങ്ങളൊക്കെ. അതൊക്കെ പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ നോവലിൽ 2 അധ്യായത്തിൽ ഈ മനുഷ്യൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പത്രപ്രവർത്തനത്തിൻ്റെ ചരിത്രം 175 കൊല്ലത്തെ ചരിത്രമാണ് നമുക്ക്. നമ്മുടെ ആദ്യത്തെ പത്രം തൊട്ട് ഇപ്പോൾ 2022 ഞാൻ നോവൽ എഴുതുന്ന സമയത്ത് 175 കൊല്ലത്തെ ചരിത്രമാണുള്ളത്. ഇത് ഈ മനുഷ്യനെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ, ഒരു ലോക്കൽ ചാനലുകാരെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അയാൾ പറയുന്നുണ്ട്, ഈ നോവൽ എഴുതി കഴിഞ്ഞ ശേഷമാണ് ഞാൻ ആ ചാപ്റ്റർ എഴുതിയത്. അതിൻ്റെയൊക്കെ ഒരു ഏകദേശം ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അപ്പം തമ്മിൽ വെച്ച് കണ്ടുമുട്ടിയത്. അപ്പോൾ അത് ഞാൻ എഴുതിയത് ഭയങ്കര പ്രബന്ധം പോലെയായിരുന്നു. ആനന്ദിൻ്റെ നോവലൊക്കെ വായിക്കുന്ന പോലെ ഭയങ്കര പ്രബന്ധ രീതിയിലായിരുന്നു. അപ്പോൾ ഈ വേണൊക്കെ പറഞ്ഞു, ഇത് ആരും ആ അധ്യായം കഴിഞ്ഞ് അങ്ങോട്ട് തുറന്ന് വായിക്കില്ല, ഇത് മാറ്റടോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ കുറേ മാറ്റി, കുറേ കൂടി ഡൈല്യൂട്ട് ചെയ്തു. പിന്നെ സമ്മതിച്ചില്ല, അത് ഇനിയും വായിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മാറ്റി വളരെ ഡൈല്യൂട്ട് ചെയ്തിട്ട് കഷ്ടിച്ച് വായിക്കാവുന്നത്. പക്ഷേ എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു, ഈ ഒരു ചരിത്രം ഈ നോവലിൽ വേണം. മലയാള മാസികകളുടെ ചരിത്രം, പത്രമാസികകളുടെ ചരിത്രം ഈ നോവലിൽ വേണം. ആ 2 അധ്യായങ്ങളിൽ ഞാനത് പറഞ്ഞു വെച്ചത് എനിക്ക് ഒരു തരത്തിൽ ഈ നോവലിൻ്റെ ഒരു ധാർമ്മികത അല്ലെങ്കിൽ അതിനൊരു നിലനിൽക്കാനുള്ള, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞത് പത്രമാസികളെ പറ്റി അറിയണമെന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് ഈ 2 അധ്യായങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ട്രിഗർ ചെയ്യുന്നു തോന്നുന്നു. എനിക്ക് കൂടുതൽ പഠിക്കാനൊരു താല്പര്യം തോന്നുന്ന തരത്തിലാണ് എഴുതിയതെന്നാണ് എൻ്റെ വിശ്വാസം. അത് ഈ നോവലിൻ്റെ ധാർമ്മികമായിട്ടുള്ള നിലനിൽപ്പ് എന്നെ സഹായമായി ചോദിച്ചു. ഞാൻ കേസരി പറഞ്ഞ പോലെ ഞാൻ അത് വലിയ ബുദ്ധിമുട്ടിയിട്ടൊന്നുമില്ല, ഒരു കുറേയൊക്കെ വായിച്ചിട്ടുണ്ടെന്നല്ലാണ്ട്. ഇല്ലെങ്കിൽ അത് വളരെ വേറെ ഒരു പുസ്തകം എഴുതാം, പക്ഷേ ഈ നോവലിൽ ഇത്രയൊക്കെ പറ്റുള്ളൂ നമുക്ക് ചേർക്കാൻ. അത് കാരണം ഞാൻ വളരെ ഡീപ്പായിട്ടൊന്നും പോയില്ല. പലപ്പോഴും സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, ഈ ആഴ്ചപ്പതിപ്പുകൾ നോക്കിയിരിക്കുമ്പോൾ നമ്മളതിൽ മുഴുകി പോവുക ചെയ്യണം. പലപ്പോഴും നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ മറന്നിട്ട്, അപ്പോൾ വസന്തമാഷ ഒരു ദിവസം അവിടെ വന്നിട്ട് പറഞ്ഞു, താൻ അങ്ങനെ വായിച്ചിരിക്കുന്നേ ഉണ്ടാവുള്ളൂ, തനിക്ക് എന്താ ആവശ്യമുള്ളതൊക്കെ എടുക്കുക എന്ന് പറഞ്ഞു. ശരിക്കും അതാ, നമ്മളതിൽ മുങ്ങിപ്പോകും. അപ്പം നമ്മൾ പഴയ കുട്ടിക്കാലമൊക്കെ ഓർമ്മ വരും. മാതൃഭൂമി എഴുതിയപ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഇത് കിട്ടിയിട്ടുള്ളത്. കുട്ടിക്കാലം മുതൽ ആ 7 വയസ്സ് മുതൽ വായിച്ചു തുടങ്ങിയതാണല്ലോ. അപ്പോൾ അത് പഴയ ലക്കങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അസോസിയേഷൻസ് വരിക, അതൊക്കെ അങ്ങനെ മുങ്ങി ഇങ്ങനെ പോകാറുണ്ട്. അത് കാരണം പലപ്പോഴും നമ്മൾ ലക്ഷ്യം മറന്നിട്ട്, അതാണ് ഞാൻ കുറേ അധികം ദിവസങ്ങളെടുത്തത്. അത് ആഴത്തിൽ പഠിക്കാനൊന്നുമില്ല, പലപ്പോഴും അത് കുറേ നിർത്തിയത്, അവസാനിപ്പിച്ചത്. ശുഭ ടീച്ചർ പറഞ്ഞൊരു കാര്യം, അബ്രപ്റ്റായിട്ട് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു അല്ലേ ടീച്ചർ? എൻ്റെ ഒരു പുസ്തകം മുഴുവൻ ട്രാൻസ്ലേറ്റ് ചെയ്ത ആളാട്ടോ, ഇംഗ്ലീഷിലാണ്. വീട് വിട്ട് പോകുന്നില്ലേ, മുഴുവൻ ട്രാൻസ്ലേറ്റ് ചെയ്ത ആളാണ്. പഠിപ്പിൻ്റെ ഭാഗമായിട്ടാണ് തോന്നുന്നത്. ഒരു ഫുൾ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഇംഗ്ലീഷിലേക്ക്. അബ്രപ്റ്റായിട്ട് അവസാനിപ്പിക്കും. മാഷും പറഞ്ഞുള്ളൂ, ഹരിദാസ് മാഷും പറഞ്ഞില്ലേ അബ്രപ്റ്റായിട്ട് അവസാനിപ്പിക്കേണ്ടതെന്ന്. അങ്ങനെ അവസാനിപ്പിക്കുകയല്ല ശരിക്കും പറഞ്ഞാൽ, അത് സ്വാഭാവികമായിട്ടൊരു അന്ത്യത്തിൽ എത്തുകയാണെന്ന് എൻ്റെ വിശ്വാസം. പക്ഷേ ചിലർക്കത് അങ്ങനെ എന്തോ മുഴുവനായില്ല എന്നൊരു തോന്നൽ വരുന്നുണ്ടെന്ന് എനിക്ക് അനുഭവം ഉണ്ടത്. കാരണം എന്ന് വെച്ചാൽ അവിടെ നോവൽ അല്ലെങ്കിൽ കഥ വായിച്ചിട്ട് ആശാമേനെ വിളിച്ചിട്ട് എന്താ ഇങ്ങനെ അവസാനിപ്പിച്ചത്, തുടർന്ന് കാണാനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ അവസാനിച്ചു, അതാവില്ല, അത് ബാക്കി ഉണ്ടാവും, അത് മാതൃഭൂമി അച്ചടിക്കാണ്ട് പോയതാവില്ലേ, മാതൃഭൂമി ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ അങ്ങനെയല്ല, അത് അവസാനിച്ചു, ഞാൻ അവസാനിപ്പിച്ചാൽ തന്നെ മാതൃഭൂമി അവസാനിപ്പിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ ചിലർക്ക് ഫീൽ വരുന്നുണ്ടാവാം. പക്ഷേ അതിനൊക്കെ ഒരു സ്വാഭാവികമായിട്ടുള്ള അന്ത്യം ഉണ്ടെന്നാണ് എൻ്റെ കണ്ണിൽ സ്വാഭാവികമായിട്ട് അന്ത്യം വരുന്നുണ്ട്. പക്ഷേ ഈ തുടക്കത്തിൽ കുറേ കഥകൾ, ഞാൻ പ്രവീണിനൊക്കെ നല്ലോണം അറിയണ്ടോ, എൻ്റെ തുടക്കത്തിലുള്ള കഥകൾ
കുറച്ച് നമ്മൾ കരുതിക്കൂട്ടി ഒരു ദുരൂഹതയൊക്കെ വരുത്തിയിരുന്നു. പ്രവീൺ ഇതെന്താ ഉദ്ദേശിച്ചത് എനിക്കറിയില്ല പറയും ഞാൻ. അങ്ങനെയാണ് ചിലപ്പോഴും നമുക്ക് തന്നെ വ്യക്തമല്ലാത്ത ചില സ്ഥലത്ത് നമ്മൾ അവസാനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഇതൊക്കെ ആദ്യത്തെ എഴുത്ത് കാലം കഴിഞ്ഞപ്പോൾ അതൊക്കെ മാറിക്കിട്ടി. പിന്നെ വിജയൻ പറഞ്ഞത് എന്തോ മറുപടി പറയാൻ എന്തോ ഉണ്ടായിരുന്നു അതിൽ? ഒന്നുമില്ല. എന്തെങ്കിലും അതെ അല്ല, ഹരിദാസ് മാഷ് പറഞ്ഞത് ശരിയാട്ടോ. ഞാൻ ഇപ്പം അശോകൻ്റെ കഥകളിലൊക്കെ എത്ര ക്രിസ്ത്യൻ പശ്ചാത്തലം വെച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ, ഒരുപാട് നല്ല കഥകൾ. അതിൽ ഒരുപക്ഷെ അധികം ശ്രദ്ധിക്കപ്പെടാത്തൊരു കഥയുണ്ട്. ഈ രണ്ടെന്ന് വെച്ചിട്ട് 3 കഥകൾ എഴുതിയിട്ടുണ്ട്. 2 പുസ്തകങ്ങൾ, 2 സന്ദർശകർ, ഒരു 2 കൂടിയില്ലേ, 2 നൂൽപ്പുകാർ. ഈ 2 നൂൽപ്പുകാരും 2 പുസ്തകങ്ങളും വളരെ പ്രസിദ്ധമാണ്. 2 പുസ്തകങ്ങൾക്ക് അത് നാടക രൂപത്തിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ 2 സന്ദർശകർ എഴുതുന്നുണ്ട്, അത് പള്ളിയുടെ പശ്ചാത്തലത്തിലുള്ളതാണ്. പിന്നെ പലതരം വീടുകൾ, അങ്ങനെ കഥകൾ ഒരുപാട് ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ. അത് വളരെ കൃത്യമായിട്ട് അവരുടെ സംഭാഷണം, അവരുടെ ഭക്ഷണ രീതി, ഇതൊക്കെ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. എനിക്കിതൊന്നും ഞാൻ പറയില്ല, ഞാൻ വളരെ ഒതുങ്ങി ജീവിക്കുന്ന ഒരാളാവ് കാരണം ഇതൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് കൂടി ആവാട്ടോ ഞാൻ ഈ മാഷ് പറഞ്ഞത് വളരെ ശരിയാണ്. ഈ ക്രിസ്ത്യൻ പശ്ചാത്തലത്തിലോ മുസ്ലിം പശ്ചാത്തലത്തിലോ ഒന്നും ഞാൻ എഴുതിയിട്ടില്ല. അത് കൽപ്പിച്ചു കൂട്ടിയിട്ടില്ല, അറിയാത്ത കാരണം തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ മനുഷ്യനെ കണ്ടെത്തുക എന്നുള്ളൊരു വിജയം പറഞ്ഞത് ശരിയാണ്. എന്തൊക്കെ ഒരു പക്ഷേ അതന്നെയാവും. ഞാനങ്ങനെ ജാതി തിരിച്ചിട്ടോ ഒന്നും തരത്തിൽ നമുക്ക് ചിന്തിക്കാത്തൊരു കാലമാണല്ലോ നമ്മൾ ജനിച്ച് വളർന്ന. ഇപ്പോഴൊന്നും അങ്ങനെയല്ല, ഇപ്പോൾ കുറവ് മാറ്റം വന്നിട്ടുണ്ട്. കുട്ടികളുടെയൊക്കെ മനസ്സിൽ നമ്മൾ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്നതൊക്കെ വളരെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഞാൻ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഞാൻ എല്ലാവരോടും പറയാറുള്ളൊരു കാര്യമാണ്. ഞാനൊരു ചെറിയൊരു കുട്ടിയെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിട്ടാണ്. അപ്പോൾ എൻ്റെ ഒപ്പം ജോലി ചെയ്തിരുന്ന ഒരാളുടെ മകളാണ്. അപ്പോൾ ഞാൻ ജോലി ചെയ്യുമ്പോൾ അവിടെ കൂട്ടി കൊണ്ടുവന്നപ്പോൾ സാധാരണ എല്ലാവരും ചോദിക്കില്ല ആരാ ബെസ്റ്റ് ഫ്രണ്ടാ ചോദിക്കും. അപ്പോൾ ആ കുട്ടി പറഞ്ഞു എന്തോ ഒരു സെലീന എന്നിട്ട് പറഞ്ഞു. പക്ഷേ അവൾ പള്ളിയാണ്, ഞാൻ അമ്പലമാണെന്നു. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയൊരു സംഭവമാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊന്നും നമ്മൾ ഒരാളുടെ പേര് കേൾക്കും എന്നല്ലാണ്ട് അയാൾ എന്താ ഹിന്ദു എന്ന് മനസ്സിലായാൽ തന്നെ അതിൽ എന്ത് ഉപവിഭാഗമാണെന്ന് നമുക്കൊന്നും മനസ്സിലായി നമ്മൾ ചിന്തിക്കാറില്ല. പക്ഷെ അതിപ്പോൾ വളരെ കൃത്യമായിട്ടത് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ഥിതിയിലാണ് ഇപ്പം നമ്മൾ പോണത്. ഇപ്പോൾ ഞങ്ങൾ കുറച്ച് മുമ്പ് സംസാരിച്ച AI വിഷയത്തിൽ ഇപ്പോൾ എന്തൊക്കെ സംഭവിക്കും, നമ്മൾ പറയാത്ത കാര്യങ്ങൾ വരും, നമ്മൾ പറയാത്തതല്ല നമ്മൾ ചെയ്യാത്തത് ഒക്കെ ഇനി ഇപ്പോൾ വിഷ്വലായിട്ട് ഇങ്ങനെ വരും. ഇപ്പോൾ ഭയങ്കര ഞെട്ടിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ അരക്ഷിതത്വം ഭയങ്കരമായിട്ട് നമ്മളെ ബാധിക്കാൻ പോകുന്ന ഒരു കാലമാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ഇതിലും ഇപ്പോൾ ഈ ജാതി ചിന്തിക്കുന്നതിൽ കവിഞ്ഞ് ഇതിലും ഭയങ്കരമായിട്ട് ഏതാ സത്യം ഏതാണ് നുണ എന്നറിയാത്ത വലിയൊരു ഇതിലേക്കാണ് പറയുക. അത്രയും കൃത്യമായിട്ടാണ് ഒരു ഇതാകുക. അപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ ഈ ട്രംപും കമല ഹാരിസും കൂടിയിട്ടുള്ള ഒരു ഇടപാട് ഒരു ഇതിൽ വന്നു. ഒരു 30 സെക്കൻഡ് നീണ്ടിരിക്കുന്ന വീഡിയോ, അവർ തമ്മിൽ കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ വയ്ക്കുന്നതും കുട്ടി ഉണ്ടാവുന്നതും ട്രംപിൻ്റെ ചായലൊരു ചെറിയൊരു കുട്ടി ഉണ്ടാവുന്നതൊക്കെ ശരിക്ക് കാണാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ നമ്മൾ എവിടേക്കൊക്കെ നമ്മളെ കൊണ്ടുപോകണമെന്നൊരു ഭയങ്കര ഭീതിയുടെ അങ്ങനെ ഒരു കാലം വരുമ്പോൾ നമുക്ക് കഥയ്ക്കും നോവലിനൊന്നും വലിയൊരു പ്രസക്തിയൊന്നും ഉണ്ടാവില്ല. അതിൽ കവിഞ്ഞുള്ള ചിന്തകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബെന്നി എന്താ ചോദിച്ചത്? ബെന്നി ചോദിച്ചൊന്നുമില്ലല്ലേ? ബെന്നിയൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഏറെക്കുറെ എല്ലാവരോടും മറുപടി പറഞ്ഞു തോന്നുന്നു. ഞാൻ എൻ്റെ ഏറ്റവും പരിമിതമായിട്ടുള്ള മായ അത് പിള്ളേ കണ്ടല്ലോ. അപ്പോൾ ഏറ്റവും പരിമിതമായിട്ടുള്ള ഒരു എഴുത്തിൻ്റെ ചെറിയൊരു വട്ടത്തിലാണ് ഞാൻ ഇന്ന് എഴുതിയിരുന്നത്. എനിക്കൊരു സംതൃപ്തിയാണ്. ഞാൻ കഴിയുന്ന ആത്മാർത്ഥമായിട്ട് ഈ മീഡിയത്തിനോട് ഇടപെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. അങ്ങനെ ഒന്നിനും വഴങ്ങിക്കൊടുക്കാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് ഓണപ്പതിപ്പുകളിൽ കുറച്ച് ആവശ്യമില്ലാണ്ട് കുറച്ച് കഥകളൊക്കെ എഴുതിയിട്ടുണ്ട്. അത് ഞാൻ പുസ്തകത്തിൽ രൂപത്തിൽ ആക്കിയിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ല തോന്നുന്നു. എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും പറയാനുള്ള ഒരു കാര്യമുണ്ട്. അതെന്താ വെച്ചാൽ ഈ ആനുകാലികങ്ങളിൽ വരുമ്പോൾ ഒരാൾ ഈ പുസ്തകം കാശ് കൊടുത്ത് വാങ്ങുമ്പോൾ നമ്മുടെ കഥകൾ മാത്രമാണ് അതിലുള്ളത്. നമ്മുടെ കഥ മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ കഥകൾ വായിക്കാൻ വേണ്ടി മാത്രമാണ് അയാൾ പുസ്തകം വാങ്ങുന്നത്. പക്ഷേ ഒരു വാർഷിക പതിപ്പിൽ വരുമ്പോൾ എനിക്കതിൽ ചെറിയൊരു അംശമേ എനിക്ക് കുറ്റമുള്ളൂ. കാരണം ഒരു 10-20 കഥയുണ്ടാവും വിചാരിക്കുക. അപ്പോൾ അതിലൊരു 50 റുപ്യ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ചെറിയൊരു 2-3 റുപ്യക്ക് എനിക്ക് വേണ്ടി അയാൾ മുടക്കണമല്ലോ. അപ്പോൾ ഞാൻ അതിൽ കിടന്നോട്ടെ വിചാരിക്കും. പലതും കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്, അതൊന്നും കുഴപ്പമില്ല. എന്താ വെച്ചാൽ അത് നിലനിൽക്കേണ്ടതല്ല എന്നൊരു ബോധ്യമുണ്ട്. നമുക്ക് നമ്മളെ കുട്ടിയോട് കൂടുതൽ സ്നേഹം തോന്നി, പക്ഷേ മറ്റുള്ളവർക്ക് അങ്ങനെ തോന്നിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധമില്ല. അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത്രയ്ക്ക് ഇനി പറയാനുള്ളൂ. ഏകദേശം എല്ലാ കാര്യങ്ങളും വെച്ച് നിങ്ങൾ ചോദിച്ചതിനുള്ള മറുപടിയൊക്കെ പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. താങ്ക് യു. ബെന്നിയെ പറഞ്ഞത് കണ്ടിന്യൂ ചെയ്യണമെന്നല്ല. അയ്യോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അത് ഈ പറഞ്ഞ പോലെ
പലരും ആവശ്യപ്പെട്ടത് എന്തിനാ നിർത്തിയതെന്നൊക്കെ പറഞ്ഞു. നിർത്താണ്ട് പറ്റില്ല. ഈ എന്ത് സാധനവും ഒരു സമയത്ത് നിർത്തിയില്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ്. ഞാൻ പറയില്ല, നമ്മൾ സ്വയം റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയില്ല 220 ഒക്കെ എഴുതി കഴിഞ്ഞു. കഥ 140 140 എഴുതുള്ളൂ. പക്ഷേ കോളം കുറേ എഴുതി കഴിഞ്ഞപ്പോൾ ഒരു ഇത് എഴുതാൻ തുടങ്ങാം, ഈ വിഷയം എഴുതാൻ ഇത് മുമ്പ് എഴുതിയിട്ടാണല്ലോ. ഇങ്ങനെ ചരിത്രത്തിനൊരു ആവർത്തന സ്വഭാവം ഉണ്ട് കേട്ടോ. അപ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്നതൊക്കെ മുമ്പ് നടന്ന കാര്യങ്ങൾ തന്നെയാവും. നമ്മളതാണ് കോളെഴുത്തിൻ്റെ ഒരു ഏറ്റവും വലിയ സാമൂഹ്യ വിമർശനം നടത്താൻ പറ്റുന്നത്. അത് മാത്രമല്ല വേറൊരു അതുകൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം, ഇപ്പോൾ തന്നെ സമയം വൈകി തോന്നും. ഈ കഥ എഴുതുമ്പോൾ ടോട്ടലി ഫിക്ഷനാണ്, അത് ആരും ചോദിക്കില്ല. ചിലർ ചോദിക്കാറുണ്ട് അത് ശരിക്കും നടന്നതാണെന്ന് ചോദിക്കുക, അത് അതിന് അർത്ഥമില്ല. പക്ഷേ കോളത്തിന് കൂടുതൽ വിശ്വാസ്യതയുണ്ട്, ക്രെഡിബിലിറ്റി ഉണ്ട്. നമ്മൾ അത് നടന്നത് തന്നെയാണെന്ന് കൃത്യമായിട്ട് പേരൊക്കെ വെച്ചിട്ടാണ് എഴുതുക. അതും ഫിക്ഷനും കലർത്താറുണ്ട്. പക്ഷേ ഞാൻ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ മലയാള പഠന ഗവേഷണ കേന്ദ്രം ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു വാർഷികം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ വന്നു. അപ്പോൾ അന്ന് എന്നെ ഒരു കുട്ടി വന്ന് പരിചയപ്പെട്ടു, രേവതി എന്നാണ് കുട്ടിയുടെ പേര്. അപ്പോൾ വേറൊരു കുട്ടിയും എൻ്റെ നാട്ടുകാരി ഒരു കുട്ടിയും കണ്ടു. അപ്പോൾ ഞാൻ എൻ്റെ നാട്ടുകാരിക്ക് ഷേക്ക് ഹാൻഡ് കൊടുത്തു. അപ്പോൾ ഈ കുട്ടി ചോദിച്ചു, രേവതി ചോദിച്ചു, എന്താ എനിക്ക് ഷേക്ക് ഹാൻഡ് തരുന്നില്ലേ ചോദിച്ചു. അപ്പോൾ ഞാൻ അയ്യോ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല, ഈ കുട്ടി എനിക്ക് നാട്ടിലുള്ള കുട്ടിയാണ്. പിന്നെ ആ കുട്ടി ഈ പറഞ്ഞ രേവതിയാണ് അന്ന് സ്വാഗതം പറഞ്ഞത്. ഞാൻ ജീവിതത്തിൽ കേട്ടില്ല ഏറ്റവും എന്നെക്കുറിച്ച് എൻ്റെ കഥകളെക്കുറിച്ച് ഇത്ര നന്നായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കുട്ടിയാണ് രേവതി. ഭയങ്കര ശുഷ്കിച്ചിട്ട് ഭയങ്കര ഒരു ദാരിദ്ര്യത്തിൻ്റെ ഒരു തൽസ്വരൂപമായിട്ടുള്ളൊരു കുട്ടിയാണ്. പക്ഷെ അത് ഞാൻ അങ്ങനെ കേട്ടു. അപ്പോൾ എനിക്ക് അത്ഭുതമായി, എന്താ ഈ കഥകളെക്കുറിച്ച് ഇങ്ങനെ സ്വന്തം ജീവിതം എൻ്റെ കഥകളായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ളൊരു ഇതായിരുന്നു സ്വാഗതം പറഞ്ഞത്. അതൊക്കെ കഴിഞ്ഞ ഒരു ദിവസം ഞാൻ കുറേ അതൊക്കെ മറന്നു. പിന്നെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ എന്തെങ്കിലും ഇങ്ങനെ അക്കാഡമി കൂടി ഇങ്ങനെ നടക്കുന്ന സമയത്ത് ജോയ് പോൾ മാഷ് മറ്റേ പഠന ഗവേഷണ കേന്ദ്രം നടത്തുന്ന ആൾ എൻ്റെ പറഞ്ഞു, മാഷേ അറിഞ്ഞില്ലേ ഇപ്പോൾ രേവതിയുടെ ഇപ്പോൾ ടി വിയിൽ വന്നുകൊണ്ടിരിക്കണതെന്ന്. പിന്നെ എന്താ വിഷയം ചോദിച്ചു. അപ്പോൾ അല്ല, കഥയിൽ ഇത് ജീവിതം എന്ന് പറഞ്ഞിട്ട് ഒരു പരമ്പര അമൃത ടി വിയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വിധുബാലയാണ് അത് ആങ്കർ ചെയ്യണത്. ആ കുട്ടിയാണ് ഇപ്പോൾ. അപ്പോൾ എന്താ വെച്ചാൽ അതിലെന്തായിരുന്നു വിഷയം വെച്ചാൽ ഈ സെപ്പറേറ്റ് ചെയ്ത ദമ്പതികളെ കൂട്ടിച്ചേർക്കാനുള്ള അതായിരുന്നു പ്രധാനമായിട്ട് നടന്നിരുന്നത്. അപ്പോൾ ഈ രേവതിയുടെ അച്ഛൻ ഈ കുട്ടിയെ ഉപേക്ഷിച്ച് പോയതും അമ്മയുടെ കൂടെ താമസിക്കാൻ അവർ തമ്മിലുള്ള ഭയങ്കര ഫ്രിക്ഷനൊക്കെ അതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ രേവതി വരുന്നുണ്ട്. ഞാനിത് അപ്പോഴേക്കും 10-14 എപ്പിസോഡ് കഴിഞ്ഞു. അപ്പോൾ എല്ലാം യൂട്യൂബിലുണ്ടായിരുന്നു, എല്ലാവരും കണ്ടു. പിന്നെ തുടർന്ന് അവസാനിപ്പിക്കുന്നവർ കണ്ടു. അന്ന് UDF ഭരിക്കുന്ന കാലമാണ്. അപ്പോൾ അന്ന് അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസ മന്ത്രി വന്നിട്ട് അവസാനം കുട്ടിക്ക് 2 ലക്ഷം രൂപ കൊടുക്കുക. അങ്ങനെയൊക്കെയാണ് ആ എപ്പിസോഡ് അവസാനിക്കുന്നത്. എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. വെച്ചാൽ വലിയൊരു വായനക്കാരിയ കുട്ടി. കുടിലാണ് ഏറിയാടുന്ന സ്ഥലത്ത്, കൊടുങ്ങല്ലൂർ ഏറിയാടുന്ന സ്ഥലത്ത് കുടിലിൽ താമസിക്കുക. അതിൽ OV വിജയൻ്റെ പുസ്തകങ്ങൾ അങ്ങനെ അതൊക്കെ കാണിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇതായി. ഇപ്പോൾ ഞാൻ ജോയ്പോൾ മാഷെ വിളിച്ച് ചോദിച്ചു, ഈ കുട്ടിയുടെ കൂടുതൽ വിവരം കിട്ടും. എനിക്കിപ്പോൾ ഫോൺ നമ്പർ ഒന്നുമില്ല. അപ്പോൾ ഫോൺ നമ്പർ തന്നു. ഞാൻ കുട്ടി ഫോണിൽ സംസാരിച്ചു. ഞാൻ ഈ കോളത്തിൽ ഒരു വട്ടം കുട്ടിയെക്കുറിച്ച് ചെയ്ത് കഥയല്ലിതു രേവതി എന്നത്. കഥയല്ലിതു രേവതി എന്നാണ്. കഥയല്ലതി ജീവിതം എന്നാണ് മറ്റേ. അത് ജനയുഗത്തിലാണ്. ജനയുഗം ആരും അധികമൊന്നും പരിവായിക്കില്ല, നമുക്കറിയാലോ. പക്ഷെ അതുകൊണ്ട് ഗുണം ഉണ്ടായത് എന്താ വെച്ചാൽ മനോരമ കുര്യാക്കോസിനെ വിളിച്ചു, VA കുര്യാക്കോസിനെ വിളിച്ചിട്ട് പറഞ്ഞു, ആ രേവതിയുടെ നമ്പർ ഒന്ന് കിട്ടുമോ, ഞങ്ങളൊരു സ്റ്റോറി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ നമ്പർ കൊടുത്തു. അപ്പോൾ അവർ ഞായറാഴ്ച പതിപ്പിൽ സന്തോഷ് ജോൺ തൂവലാണ് എഴുതിയത് ഒരു രേവതിയെക്കുറിച്ച് ഒരു ഫുൾ കവർ സ്റ്റോറി. മനോരമ വരുമ്പോൾ അതിന് വ്യത്യാസമുണ്ട്. അത് ഉമ്മൻചാണ്ടി അത് കണ്ടു. പിന്നെ ആ കുട്ടിയെ വിളിച്ചിട്ട് കലാമണ്ഡലത്തിൽ ജോലി കൊടുത്തു, ലൈബ്രറിയൻ ആയിട്ട് ജോലി കൊടുത്തു. ശരി, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിരുന്നില്ല, പക്ഷേ അസിസ്റ്റൻറ്റ് ലൈബ്രറിയൻ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തു. ഡിഗ്രി സെക്കൻഡ് ഇയർ ആയിരുന്നുള്ളൂ. ആ കുട്ടിക്കൊരു ജോലി കൊടുത്തു. പിന്നെ അവർ ഏറ്റെടുത്തു. അവരുടെ എന്തൊക്കെയോ ചില പദ്ധതികളുണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് കുട്ടിക്കൊരു കുറച്ച് സ്ഥലം വാങ്ങി ഒരു വീട് വെച്ച് കൊടുത്തു. ആ കുട്ടിക്കൊരു പ്രേമുണ്ടായിരുന്നു, അയാൾ കല്യാണം കഴിച്ചു, കുട്ടിയായി. ഇതൊക്കെ സംഭവിച്ചു. അപ്പോൾ എന്നിട്ട് ആ കുട്ടി ഇപ്പോൾ ഇടയ്ക്ക് വിളിച്ചിട്ട് പറയുന്നത്, മാഷാണ് എനിക്ക് ജീവിതം തന്നതെന്നൊക്കെ പറയും. അങ്ങനെയൊന്നുമല്ല, ഞാൻ ജീവിതം കൊടുത്തത്. പക്ഷേ ഞാൻ ചെറിയൊരു കാരണക്കാരനായിരുന്നു മാത്രം. എന്താ വെച്ചാൽ ജനയുഗത്തിൽ വന്ന ആ കോളം കാരണം മനോരമ കണ്ടെടുക്കുകയും പിന്നെ അത് അങ്ങനെ പോയിട്ട് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കഥ എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. അത് കഥ തന്നെയാണ്, ഫിക്ഷനാണ്. അത് കാരണം ആരും വിശ്വസിക്കില്ല. വെച്ചാൽ അതങ്ങനെയാണല്ലോ. പക്ഷേ ഇത് കഥയാണ്, അതേസമയത്ത് കോളമാണ്. അതിൽ ഞാൻ മുഴുവൻ സത്യം തന്നെ എഴുതിയിട്ടുള്ളൂ. അതിൽ ഫിക്ഷൻ്റെ അംശമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതൊരു കഥ പോലെ വായിക്കാവുന്നൊരു സാധനമായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനൊരു സംഭവം ഉണ്ടായിട്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ഈ കോളമെഴുത്തിനെ ഞാൻ ഒട്ടും മോശമായിട്ട് പാറ്റൂരോ KC നാരായണനോ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. കാരണം
ഇതിന് വലിയൊരു ദൗത്യമുണ്ട്, കോളത്തിന് വലിയൊരു ദൗത്യമുണ്ട്. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇതിനിടയ്ക്ക് ഈ കോളം എഴുതുന്ന സമയത്ത് തന്നെ ചെറിയ ജനവികമായിട്ട് ഫ്രിക്ഷനൊക്കെ ഉണ്ടായി. ഒരു ബന്ധു വന്നപ്പോൾ ഞാൻ ഒരു കേരള ബന്ധു വന്നപ്പോൾ ഞാൻ ബന്ധിനെക്കുറിച്ച് എഴുതി ഒരു കോളത്തിൽ, കളിയാക്കിയിട്ടാണ് എഴുതിയത്. അത് ജനകം പ്രസിദ്ധീകരിച്ചില്ല. കോളമെഴുത്തിൻ്റെ തുടക്കകാലത്താണ്. ഞങ്ങൾ ബന്ധിനെ അനുകൂലിക്കുന്ന ആളാണ്, CPI ബന്ധിനെ അനുകൂലിക്കുന്ന ആൾ. അതൊരു സമരമുറയായിട്ട് ഞങ്ങൾ കരുതുന്നത്. അത് പ്രസിദ്ധീകരിച്ചില്ല. ഞാൻ വെള്ളിയാഴ്ച പേപ്പർ നോക്കിയപ്പോൾ അതിൽ കോളമില്ല. ആദ്യമായിട്ട് അങ്ങനെ എൻ്റെ കോളം മുടങ്ങിയത് അതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം, നമുക്ക് കോളം ഞാൻ തുടർന്ന് എഴുതുന്നില്ല അവനും. അപ്പോൾ അവസാനം എഡിറ്റർ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് വന്നു. VP ഇഷ്ടം വന്നിട്ട് പറഞ്ഞാൽ അല്ലെല്ലാം കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ഞാൻ കണ്ടിന്യൂ ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ ഭയങ്കര വാശി പിടിച്ചു. അപ്പോൾ എൻ്റെ ഈ പറഞ്ഞ വേണുണ്ടല്ലോ, വേണുഗോപാലൻ, വേണു പറഞ്ഞു, താൻ എന്ത് മണ്ടത്തരായി കാണിക്കണേ, തനിക്ക് ഒരു സ്പേസില്ലേ, തനിക്ക് പറയാനൊരു സ്പേസില്ലേ, ആ സ്പേസ് എന്തിനാണ് കളയണത്? അല്ലെങ്കിലും പത്രത്തിൽ തനിക്ക് എത്ര സ്വാതന്ത്ര്യം കിട്ടും? വീരേന്ദ്രകുമാറിനെ കുറിച്ച് ചീത്തയായിട്ട് എഴുതാൻ തനിക്ക് മാതൃഭൂമിയിൽ പത്രത്തിൽ പറ്റുമോ? മാമാപ്പിളയെക്കുറിച്ച് ചീത്തയായിട്ട് നിങ്ങൾക്ക് മനോരമ എല്ലാത്തിനും അവരുടേതായിട്ടുള്ള, ഇപ്പോൾ മാധ്യമത്തിൽ ഇങ്ങനെ എല്ലാത്തിനും അവരുടേതായിട്ടുള്ള ചട്ടക്കൂടുണ്ട്. അതിൻ്റെ ഉള്ളിൽ എഴുതാൻ പറ്റുള്ളൂ. താൻ ഈ സ്പേസ് കളയരുതെന്നുകൊണ്ട് ഞാൻ വീണ്ടും കണ്ടിന്യൂ ചെയ്തത്. അങ്ങനെ ഒരു സംഭവം കൂടി ഇതിൻ്റെ ഇടയിൽ ഈ കോളമെഴുത്തിൻ്റെ കൂട്ടത്തിലുണ്ടായി. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ സാഹിത്യ അക്കാദമി സെക്രട്ടറി അബൂബക്കർ മാഷ് നന്ദി പറയുന്നു. സുഹൃത്തുക്കളെ, വളരെ ആഹ്ലാദകരമായ ഒരു പരിപാടിയാണ് നടന്നത്. കൃഷ്ണമൂർത്തി അദ്ദേഹത്തിൻ്റെ രചനാ രീതിയെ സംബന്ധിച്ചും രചനാ ലോകത്തെ സംബന്ധിച്ചും വളരെ സേഫായിട്ട്, അതാണ് തോന്നുന്നു പറ്റിയ വാക്ക്, വളരെ സേഫായിട്ട് ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഇവിടെ നടന്ന സംവാദങ്ങളിൽ ഒന്നും തന്നെ ഒരു കോൺട്രഡിക്ഷൻ ഒന്നും ഉണ്ടാവുന്നില്ല. എല്ലാവരും ഡിറ്റോയിടുകയാണ്. അത് ഒരു സംഗതി കേൾവിക്കാർക്കൊക്കെ വളരെ സൗമ്യമായൊരു അന്തരീക്ഷം ആണ് ഉണ്ടാകുക എന്നുള്ള ഒരു സ്ഥിതി വരുത്തുമെങ്കിലും കുറച്ചുകൂടി സംഘർഷാത്മകമായ ഒരു സംവാദ അന്തരീക്ഷം ഉണ്ടാവേണ്ടതായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ കൃഷ്ണമൂർത്തി എഴുതുന്ന കഥകൾ അങ്ങനെയുള്ള കഥകളല്ല. കൃഷ്ണമൂർത്തി എഴുതുന്ന കഥകളിൽ സംവാദത്തിനോ അല്ലെങ്കിൽ കോൺട്രഡിക്ഷനോ വൈരുദ്ധ്യത്തിനോ ഉള്ള യാതൊരു അന്തരീക്ഷവുമില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയാണത് ഉണ്ടാകുക. പക്ഷേ അത് സന്തോഷകരമായിരുന്നു, തീർച്ചയായിട്ടും വളരെ സന്തോഷകരമായൊരു അനുഭവമായിരുന്നു. ഞങ്ങൾക്ക് വളരെ ചാരിതാർത്ഥ്യം നൽകിയ ഒരു പരിപാടിയാണിത് എന്ന് അറിയിച്ചുകൊണ്ട് ഇവിടെ ഇന്ന് പങ്കെടുത്തിട്ടുള്ള എല്ലാ ആളുകൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. കൃഷ്ണമൂർത്തി ഇവിടെ വന്ന് അദ്ദേഹം സംസാരിച്ചത് കുറച്ചു നേരമേ സംസാരിച്ചുള്ളൂവെങ്കിലും നന്നായിട്ട് സംസാരിച്ചു. അദ്ദേഹത്തിന് ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. ഞങ്ങളുടെ വൈസ് പ്രസിഡൻറ്റ് അശോകൻ ചെരുവിൽ അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ, ഞങ്ങളുടെ ഈ പരിപാടിയെ സംബന്ധിച്ചുള്ള അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. സ്വാഗതം ആശംസിച്ച ഞങ്ങളുടെ സബ് എഡിറ്റർ സൗമ്യക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു.